എല്ലാ മാസവും ഈ പ്രദേശത്ത് നടക്കാറുള്ള വിജ്ഞാന വേദിയിലാണ് നമ്മളുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേയേറെ തവണകളിൽ നമ്മുടെ ജീവിതത്തിൽ ഏറെ സുപ്രധാനമായ നമസ്കാരവും അതിൻ്റെ രൂപങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ, ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമസ്കാരം എന്നത് നമുക്ക് റബ്ബിനോടുള്ള കടമയിൽപ്പെട്ടതാണെങ്കിൽ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കളോടുള്ള ബാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു പക്ഷേ പാരന്റിങ് ആ ഒരു പദം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങളായിട്ട് ഏതൊരു സ്കൂളുകളാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ, അവിടെയെല്ലാം ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ പ്രത്യേകം രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട്, പാരൻസിനെ വിളിച്ച് പ്രത്യേകം പാരന്റിങ് ക്ലാസ്സുകൾ കൊടുക്കാനായി ആളുകളെ ക്ഷണിക്കാറും നമ്മളിൽ പല ആളുകളും അതൊക്കെ പങ്കെടുക്കാറുമുണ്ട്. എന്താണ് ശരിക്ക് പാരന്റിങ് എന്ന് ചോദിച്ചാൽ രക്ഷാകർതൃത്വം എന്നാണ്. നമ്മൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു പക്ഷേ ഈ ഒരു വാചകം പറയുമ്പോൾ എൻ്റെ വാപ്പാന്റെ പ്രായമുള്ള ആൾക്കാരെ വിടുന്നു, അതിനേക്കാൾ പ്രായമുള്ള ആളുകളുണ്ട്. നമ്മളൊക്കെ ഈ പാരന്റിങ് പഠിച്ചിട്ടൊന്നും അല്ല മക്കളെ വളർത്തിയിട്ടുണ്ട്. നമ്മൾ ആരും തന്നെ ഒരു പക്ഷേ ഇതിനു വേണ്ടി പ്രത്യേകം കോഴ്സുകളോ പ്രത്യേകം ക്ലാസ്സുകളോ പങ്കെടുത്തിട്ടുണ്ടാവണമെന്നില്ല. എന്നാൽ ചിലപ്പോഴെങ്കിലും ഒരു വാപ്പ വെല്ലിപ്പയാകുന്ന സമയം, അവിടെ തുടങ്ങുന്നുണ്ട് നമ്മുടെ മാറ്റം. വാപ്പ മക്കളോട് പെരുമാറുന്നത് പോലെയല്ല പേരമക്കളോട് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മളോട് ഭയങ്കര ദേഷ്യത്തിലിരുന്നു, കുട്ടികളോട് ഫുള്ള് കളി അല്ലെ? ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനത്തെ ചില റീലുകളും കണ്ടിട്ടുണ്ടാകും. അത് ഏതെങ്കിലും ഒരു വല്ലിപ്പയുടെ വിഷയമല്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ വല്ലിപ്പമാരും അങ്ങനെയാണ്. അവരോടൊന്നിരുന്ന് സംസാരിക്കുമ്പോൾ പറയും, അന്ന് എനിക്ക് ഇതൊന്നും പറഞ്ഞുതരാൻ ആരുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. അന്ന് അത്ര വലിയൊരു കണിശതൊന്നും വേണ്ടിയിരുന്നില്ല. വെറുതെ കുട്ടികളോട് കുറേ പ്രശ്നം ഉണ്ടാക്കി, കുറെ എണ്ണം തെറ്റിപ്പോയി, കുറെ എണ്ണം പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ കുറെ ബുദ്ധിമുട്ടി എന്ന് പറയാം. കുറച്ചും കൂടി ഇന്നുള്ള ബുദ്ധി അന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയാം. ഏറ്റവും ചുരുക്കത്തിൽ പറയുന്ന വാക്കതാണ്, ഇന്നുള്ള ബുദ്ധി അന്നില്ല. അപ്പൊ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ബുദ്ധി കിട്ടിയില്ലല്ലോ, നമുക്കിനി അന്ന് ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്ക് ഈ ഒരു പ്രോഗ്രാമും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകളും നമ്മൾ പങ്കെടുപ്പിക്കുന്നതും സംഘടിപ്പിക്കുന്നതും. ഇതിൽ ഞാൻ ഒരു പ്രസംഗം നടത്തി പോകാനല്ല, കുറച്ച് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ വിഷയം ഒരു നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ള് ഡ്രൈ ആയിപ്പോകും. അങ്ങനെ പറയില്ല എന്നുള്ളത്, ഇന്ററാക്ട് ചെയ്ത് പറയല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനു മുമ്പ് നമ്മൾ വിസ്റ്റം സ്കൂൾ എടുത്ത് ശീലമുള്ളതുകൊണ്ടേ കുറെ ആളുകൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ ചോദ്യോത്തരങ്ങളൊക്കെ ചോദിച്ചിട്ടാണല്ലേ നമ്മൾ എടുത്തിരുന്നത്. ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു 6-7 കൊല്ലം മുമ്പ് നമ്മുടെ സെന്ററിൽ അതേപോലെ തന്നെ ചില ആളുകളുടെ വീട്ടിലൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്ന ആദ്യത്തെ ഒരു കാര്യം, നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കുക. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങാം. ആദ്യം തന്നെ ചോദ്യമാണ്. ആ ചോദ്യം വളരെ സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായൊരു ചോദ്യം. ഈ പ്രോഗ്രാമിലേക്ക് വരാനുണ്ടായ കാരണം എന്താ? നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വരാനുള്ള കാരണം എന്താ? ആർക്കും പറയാം. ഇതിൽ പ്രസംഗമല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. പേരെടുത്ത് വിളിക്കണം. കുറച്ചാൾക്കാരെ പേരൊക്കെ എനിക്കറിയാം. ആ പേരെടുക്കണ്ട, നിങ്ങൾ പറഞ്ഞോളി. എന്താണ് ശരിക്കും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്? ആർക്കും പറയില്ല? ജാബിർക്ക ഇല്ല. നമുക്ക് പറയാനുള്ള കുറച്ച് ഉത്തരങ്ങൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്.
ഇതല്ലാത്ത വല്ല ഉത്തരം ഉണ്ടെങ്കിൽ അവർക്ക് പറയും ചെയ്യാട്ടോ. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും? കുറെ ആയി ഇവരിങ്ങനെ വിളിക്കണ്ട്, എല്ലാ മാസം വിളിക്കണേണല്ലോ. അതിനായിട്ട് ഗ്രൂപ്പുകളുണ്ട്, അതിന് വിളിക്കാൻ ആൾക്കാരുണ്ട്. ഒരിങ്ങനെ വിളിക്കും, മെസ്സേജ് അയക്കും ചെയ്യുമ്പോൾ ഇപ്പൊ വന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ, അപ്പൊ ഒന്ന് പോയി നോക്കുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. വിളിച്ചപ്പോ വന്നു, അത്രമാത്രം. കാര്യമായിട്ട് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ നിങ്ങൾ വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് വന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇന്ന് ഒഴിവ് ദിവസമല്ലേ, അപ്പൊ അതുകൊണ്ട് വന്നതാണെന്ന് പറയുന്നവരുണ്ട്. എല്ലാ മാസവും ഇങ്ങനെ വരാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ മാസവും ഇങ്ങനെ വരാറുണ്ട്. ഇത് വേറൊന്നുണ്ട്, അതിൽ കുറച്ച് വലുതാക്കി കൊടുത്തത്. കുറെ ദിവസമായി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ സംസാരത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ റീലുകളായിട്ട് ഇങ്ങനെ വരും. മക്കളോടുള്ള പെരുമാറ്റം അങ്ങനെയാവണം, അങ്ങനെയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഞാൻ എന്തായാലും അങ്ങനെയാണ്, അല്ലെ, ഇന്ന് മുതൽ ഞാൻ അങ്ങനെയാണ്. ആ ഒരു സംസാരം കേട്ട്, ആ ഒരു ക്ലിപ്പ് കേട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അങ്ങനെയായിരിക്കും. 11ാമത്തെ മിനിറ്റ് മുതൽ നമ്മൾ വീണ്ടും പഴയ പോലെയാണ്, അല്ലെ, ശരിയല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു 10 മിനിറ്റ് അല്ല, കാലാകാലം ഈ ഒരു ക്ലാസ് കേട്ടാൽ നിങ്ങൾ മാറും എന്ന് എനിക്ക് വാദമല്ല. നമുക്ക് ആർക്കും അങ്ങനെ മാറാനും കഴിയൂല. നിരന്തരമായ ഇടപെടലിലൂടെ മാത്രമാണ്. തെർബിയത്താണ് ശരിക്കുള്ളത്. എനിക്ക് തെർബിയത്തുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ പടിപടിയായിട്ടാ വളർത്തണ്ടേ, ഒരു സുപ്രഭാതത്തിലുണ്ട് വളർത്തല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിന് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്തരത്തിൽ പാരന്റിങ് ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 വിത്തുകൾ തരികയാണ്. 2 വിത്ത് തന്നു. അത് ഇന്നതിന്റെ വിത്താണെന്നും പറഞ്ഞു, വേറൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. നമ്മൾ ഒരു വിത്ത് എടുത്തിട്ട് നേരെ ഇവിടുന്ന് വീട്ടിലെത്തി, അതിനൊന്നും എടുത്തിട്ട് നേരെ പറമ്പ് കണ്ടിട്ടു. അതെവിടെ വീണത് എന്നോ എന്തിന്റെ ചുവട്ടിലുള്ളത് എന്നോ ഒന്നും നമ്മൾ നോക്കിയില്ല. എന്നാൽ രണ്ടാമത്തെ ഒന്ന് നമ്മൾ ഇവിടുന്ന് തന്നെ ചോദിച്ചത് ഇപ്പൊ എന്തിൻ്റെയാ? അത് ഇന്നതിൻ്റെയാണ്. എന്നാ ഞാൻ അതൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയോ? അപ്പൊ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ശരി, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. നമ്മൾ പിറ്റേ ദിവസമായി ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാളുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ കൃഷിപ്പണിയൊക്കെ നടത്തുന്ന ഒരാളെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിത്തുണ്ട്, അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ ആള് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അതിൽ ഇന്ന വളം ഇട്ടാൽ മതി, അത് ഇന്ന ദിവസമാണ് അല്ലെങ്കിൽ ഇത്ര താഴ്ചയിലാണ് അത് കുഴിക്കേണ്ടത്, ഇന്ന ദിവസം വരുമ്പോൾ അതിന് ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും, അതിനനുസരിച്ച് കൊണ്ട് ഇന്ന താങ്ങുകളൊക്കെ കൊടുക്കണം. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കുറച്ചുകൂടി അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് അതിൻ്റെ ഓരോ വളർച്ചയും നോക്കി അതിനാവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ ഇട്ട് നമ്മൾ അതിനെങ്ങനെ വളർത്തിക്കൊണ്ടു. ഇത് രണ്ടും ഒരേപോലെയാണോ വളരുക? ആണോ അല്ലേ? പെരുമ്പാവൂർക്കാരനല്ലത്, പണ്ടത്തെ പെരുമ്പാവൂർക്കാരല്ല കേട്ടോ, അവരൊക്കെ പോയോ? അല്ല, ഞാൻ അതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇല്ലേ? എന്താണ് പറയും, ഈ രണ്ടും ഒരേപോലെയാണോ വളരുക? അല്ല. നമ്മൾ എന്താണോ കൂടുതൽ ശ്രദ്ധ കൊടുത്തത്, നമ്മൾ ശ്രദ്ധ കൊടുത്ത് പടിപടിയായി നോക്കി ആവശ്യമുള്ള സമയത്ത്, നേരെ ശ്രദ്ധിക്കുക, ആവശ്യമുള്ളത് ആവശ്യമായ സമയത്ത് ആവശ്യാനുസരണം കൊടുത്തു കഴിഞ്ഞാൽ അതിന് വളർച്ചയുണ്ടാകും, നമുക്ക് ഉപകാരം ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ശരിക്ക് നമ്മുടെ മക്കളുടെ വിഷയം. നമ്മൾ വളർത്തുന്നുണ്ട്, ആ സൈഡ് കിട്ടുകയാണ്, അതങ്ങനെ വളർന്നോളും, തിന്നാൻ കൊടുത്താൽ മതി എന്നാ. തിന്നാൻ കൊടുത്താൽ തടി വളരും, ശരീരം വളരും, ഒരു പക്ഷേ നമ്മളെക്കാൾ ഹൈറ്റും വെയിറ്റും ഉണ്ടാകും. പക്ഷേ നമുക്ക് ഈ ലോകത്തോ പരലോകത്തോ ഉപകാരമുള്ള മക്കളായി ഒരു പക്ഷേ മാറണമെന്നില്ല. ഞാൻ നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയണത്. മക്കള് മാറുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ആദ്യം രക്ഷിതാക്കളിലാണ് ആ ബോധം ഉണ്ടാവേണ്ടത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നല്ല പറയാം, അല്ലെ? ഓനെന്ന് പഠിപ്പിക്കണം. ശരിക്കും പഠിപ്പിക്കലല്ല പ്രയോഗം. നമ്മൾ ഈ വിഷയം സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ പഠിക്കലാണ്. കുട്ടിയെ പഠിക്കണം നമ്മൾ. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. കുട്ടിയെ പഠിക്കാൻ അവന്റെ ഇഷ്ടവും അനിഷ്ടവും വളർച്ചയും അവന്റെ വയസ്സും അവന്റെ ശാരീരികമായ മാറ്റങ്ങളും ഹോർമോൺ സംബന്ധമായ മാറ്റങ്ങളും ഒക്കെ പഠിക്കാൻ നമ്മൾ റെഡിയാവണം. അതാണ് ശരിക്കും നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു
വിജ്ഞാന വേദിയിൽ വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പാരന്റിങ് പുണ്യവും പരിഹാരവും, അതല്ലേ നമ്മുടെ വിഷയം. ഓക്കെ, പുണ്യം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മക്കളെ കിട്ടി എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ഇത് ഞാൻ ഒരുപാട് ആയത്ത് വെച്ചുകൊണ്ടോ ഹദീസ് വെച്ചുകൊണ്ടോ പറയേണ്ടതില്ല. കാരണം നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് ഒരുപാട് ആളുകൾ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി, 15 കൊല്ലമായി, 25 കൊല്ലമായി മക്കളില്ലാത്ത ആളുകൾ. ഒരു പക്ഷേ നമ്മുടെ മക്കളെ കാണുമ്പോൾ അവർ മടിയിരുത്തി താലോലിക്കുമ്പോൾ നമുക്കും ഒരു വിഷമം തോന്നും. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകും, റബ്ബേ അവർക്കൊരു കുട്ടിനെ കിട്ടിയാൽ മതിയായി. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം മക്കളില്ലാതെ നമ്മളൊന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പലരുടെയും ചോദ്യങ്ങൾ, പലരുടെയും നോട്ടങ്ങൾ, പലരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കുട്ടി എന്നുള്ളത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിനെ തന്നു. എത്രയോ ആളുകൾക്ക് കിട്ടാത്ത ഒന്ന് അള്ളാഹു നമുക്ക് തന്നു. ഞാൻ ആ വാചകം ഒന്നുകൂടി പറയാം. എത്രയോ ആളുകൾക്ക് കിട്ടാത്ത ഒന്ന്, അഥവാ ഞാൻ കൂടുതൽ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പല ആളുകൾക്കും കിട്ടാത്ത അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ഈ ദുനിയവിയായി കൊണ്ട് നൽകിയിട്ടുള്ളത്. ആയിഷ ബീവിക്ക് മക്കളുണ്ടോ? ഹഫ്സ ബീവിക്ക് മക്കളുണ്ടോ? മൈമൂന ബീവിക്ക് മക്കളുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും മക്കളില്ല. അവരെക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ അള്ളാഹു നമ്മളെ പരിഗണിച്ചു. ആ വിഷയത്തിൽ നേരെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ അവരെക്കാൾ നമ്മൾ ശ്രേഷ്ഠരാണെന്നല്ല, അവരെക്കാൾ നമ്മൾ ശ്രേഷ്ഠരല്ല, അവരുടെ ഒരു ഭാഗം പോലും നമ്മളല്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അവർക്ക് വിഷമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ ബീവി പ്രസവിച്ച സമയം, ആയിഷ ബീവിന്റെ അത്താത്തിയാണ് അസ്മാ ബീവി, അസ്മാ ബിൻത് അബീ ബക്കർ. അവര് പ്രസവിച്ചു, ഒരു ആൺകുട്ടിയെ പ്രസവിച്ചത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ. ആ കുട്ടി ജനിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട്. അസ്മാ ബീവിക്ക് ഒരു കുനിയത്ത് കിട്ടുകയാണ്, ഉമ്മു അബ്ദില്ല എന്ന പേരിൽ. ഉമ്മയിലേക്ക് പറയുമ്പോൾ ഇന്ന ആളുടെ ഉമ്മ എന്ന പേരിൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബിയെ എനിക്ക് പറയാൻ ഒരു കുനിയത്തില്ലല്ലോ, ഒരു വിളിപ്പേര് മക്കളിലേക്ക് ചേർത്ത് പറയാൻ എനിക്ക് മക്കളില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് എളാമക്കുമുള്ളത്, ഉമ്മാന്റെ സ്ഥാനം തന്നെയാണ് എളാമക്കുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിളിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ നിങ്ങൾ ഉമ്മു അബ്ദില്ലയാണെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. അവിടെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വിഷമമുണ്ടായിരുന്നു, വിഷമുണ്ടായിട്ടുണ്ട്, പക്ഷെ അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹം, അതാണ് നമ്മുടെ മക്കൾ. ഒരു പക്ഷേ ലക്ഷങ്ങൾ മുടക്കിയാലും നമ്മുടെ മക്കൾ എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടാകും, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി, ഇന്ന ഡോക്ടറെ കാണിച്ചാൽ മതി, ഇത്ര ലക്ഷം മുടക്കിയാൽ മതി എന്നൊക്കെ പറയും. എന്തൊക്കെയാണെങ്കിലും ശരി, നമ്മുടെ ശാരീരികാവസ്ഥയും നമ്മുടെ ഭാര്യയുടെ ശാരീരികാവസ്ഥയും എല്ലാം കൂടി ഒത്തിണങ്ങിക്കൊണ്ട് നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒന്ന്, അത് അള്ളാഹു നമുക്ക് നൽകിയ മക്കളാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾ നമുക്കുള്ള പരലോകത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. ഞാനിതിന്റെ പുണ്യങ്ങൾ മാത്രം കേട്ടോ പറയണത്. നമ്മുടെ മക്കൾ നമുക്ക് കിട്ടുന്നതിലൂടെ നമുക്ക് പരലോകത്ത് വല്ലതുണ്ടോ? ഉണ്ടോ? നമുക്ക് മക്കളെ കിട്ടിയാൽ പരലോകത്ത് വല്ലതുണ്ടോ? കുറേ മക്കളുണ്ടായി എന്ന് വിചാരിച്ചിട്ട് പരലോകത്ത് വലിയ സ്ഥാനം ഉണ്ടോ? ഉണ്ടല്ലേ? എങ്ങനെയാണ് ആ സ്ഥാനം ഉണ്ടാവുക? എങ്ങനെയാണ് ആ സ്ഥാനം? ഇങ്ങനെ ഇവിടെ ചോദ്യം ചോദിക്കാറില്ല അല്ലേ? സഫീർ അലിക്കമെന്ന് ചോദ്യം ചോദിച്ചിട്ടില്ലേ? ഉണ്ട്. അന്ന് പറയും, എങ്ങനെയാണ് ആ സ്ഥാനം ഉണ്ടാകുക? ഒരാൾക്ക് എങ്ങനെയാണ് മക്കൾ പരലോകത്ത് മുതൽ കൂട്ടാവുക? ആ ഓക്കെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. അതായത് ശരിക്ക് നമ്മുടെ മക്കൾ
നമുക്ക് പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാക്കുന്നത്. ഒന്ന്, നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും, അല്ലെ? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ബാക്കിയാവുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നേതാ? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. അതാണാവട്ടെ പെണ്ണാവട്ടെ, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരു ഹദീസിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാചകം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കസ്ബ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, അവന്റെ സമ്പാദ്യത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അവന്റെ മക്കളാണ്. കാരണം മറ്റേതൊരു സമ്പാദ്യവും അവൻ മരിക്കുന്നതോടുകൂടി മറ്റൊരുത്തൻ്റെതാവും, അല്ലെ? അപ്പൊ നമ്മുടെ വേറെന്ത് സമ്പാദ്യം, നിങ്ങൾ വലിയ പണം കൊടുത്തുകൊണ്ടൊരു എസ്റ്റേറ്റ് വാങ്ങി, നിങ്ങൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ എസ്റ്റേറ്റ് വീതം വെക്കും. നിങ്ങൾ വലിയ പണം കൊടുത്തുകൊണ്ടൊരു വീട് വാങ്ങി, ആ വീട് മറ്റൊരുത്തന്നെ ഉപയോഗിക്കും. അതുകൊണ്ടൊന്നും നമുക്ക് വല്ലതും കിട്ടാനൊന്നുമില്ല. എന്നാൽ നമ്മൾ സമയമെടുത്ത് നമ്മുടെ മക്കളെ ദീനിയായിട്ട് വളർത്തി, നമ്മൾ മരിച്ചാലും ശരി നമ്മുടെ ദീനിയായ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എങ്ങനെ? നമ്മൾ ഇന്ന് രാത്രി മരണപ്പെട്ടു, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാല് ഇന്നത്തോടുകൂടി നമ്മുടെ നിസ്കാരം അവസാനിച്ചു, നോമ്പ് അവസാനിച്ചു, സക്കാത്ത് അവസാനിച്ചു, ഹജ്ജ് അവസാനിച്ചു, നമ്മുടെ ഒട്ടുമിക്ക സൽക്കർമ്മങ്ങളും അവസാനിച്ചു. എന്നാൽ നമ്മുടെ മക്കൾ നാളെ സുബഹ് നമസ്കരിച്ചാൽ അതിന്റെ ഓഹരി നമ്മുടെ ഖബറിലേക്ക് വരും, നമ്മുടെ ബർസഖിയായ ലോകത്തുണ്ടാകും. എപ്പോ? നമ്മൾ മക്കളെ ദീനിയായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ. നമ്മുടെ മക്കൾ നാളെ സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഓഹരി നമ്മുടെ ഖബറിലേക്ക് കിട്ടും. അവര് സ്വതക്ക കൊടുക്കണം, അതിന്റെ ഓഹരി നമ്മുടെ ഖബറിലേക്ക് കിട്ടും. അതുകൊണ്ട് കസ്ബ് എന്നുള്ള പ്രയോഗം പറഞ്ഞു. ഏറ്റവും വലിയ സമ്പാദ്യം, ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ മക്കളാണെന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ സൗകര്യം ലഭിക്കുന്നത്, പരലോകത്ത് നേട്ടം ലഭിക്കുന്നത് മക്കളിലൂടെയാണ്. ഞാൻ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താലോ, അതിലൂടെ കിട്ടുന്ന വലിയ വലിയ താജുകളെ കുറിച്ച്, സൂര്യപ്രകാശം പോലെ തിളങ്ങി നിൽക്കുന്ന കിരീടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ ഉള്ളതായിരിക്കാം മക്കളെ ദീനിയായിട്ട് വളർത്തണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹമാണത്. എന്നാൽ ഒരു വാപ്പയുടെ ഏറ്റവും വലിയ പ്രയാസം ഏതാണെന്നറിയോ? ഒരു ഉമ്മാന്റെ ഏറ്റവും വലിയ പ്രയാസം, അവർ ജീവിച്ചിരിക്കെ അവരുടെ മക്കൾ മരിക്കണം. ശരിക്ക് നമ്മൾ അങ്ങനത്തെ ആളുകളെ കണ്ടാൽ, അവർ എത്ര ദീനുള്ള ആൾക്കാരാണെങ്കിലും ശരി, വല്ലാതെ തളർന്നു പോയിട്ടുണ്ടാകും. എനിക്ക് പരിചയമുള്ള 2-3 ആളുകളുണ്ട് അങ്ങനെ. അവർ ജീവിച്ചിരിക്കെ അവരുടെ മക്കളുടെ വിയോഗം, അതുവരെ എല്ലാത്തിലും ആക്റ്റീവായി എല്ലാ അർത്ഥത്തിലും ഉന്മേഷത്തോടു കൂടി നിന്നിരുന്ന ആളുകൾ, മക്കളുണ്ട് മരിച്ചു കഴിഞ്ഞാൽ, പാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിക്കുക, ഉമ്മ ജീവിച്ചിരിക്കെ മകനോ മകളോ മരിക്കുക, വല്ലാത്തൊരവസ്ഥയാണ്. അത് പറയുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു മരണകാര്യം പറയുമ്പോഴേക്ക് അപ്പോഴേക്ക് കരച്ചിലോർന്നു, താങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിനാണ് തുടക്കത്തിൽ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞതെന്നറിയോ? നമുക്ക് ആദ്യം ആ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാവണം. നമ്മുടെ മക്കൾ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണെന്നും, അള്ളാഹു സുബ്ഹാനഹു തആല കുറച്ചു കാലത്തേക്ക് നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചതാണെന്നും, അവരെ അനാവശ്യമായി മർദ്ദിക്കാനോ തല്ലാനോ ഇസ്ലാമിൽ അനുവാദമില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചിലപ്പോ കുട്ടികൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കുറച്ചു നേരം കുട്ടികൾ നമ്മളെ അടുത്തില്ലെങ്കിലും അപ്പൊ നമ്മൾ പറയും, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും കൂടി ഓടി കളിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കാന്ന് പറയും. എന്നിട്ട് കുട്ടികളൊന്ന് വിരുന്നു പോയാലോ വീടാകെ ഉറങ്ങിയ പോലെ ഉണ്ട്, ഒരില്ലാത്തൊരു രസമല്ല അല്ലെ, പറയണ്ടിട്ടില്ലേ? എങ്ങനെയാണ് പല ആൾക്കാരും പറയാ? അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി എന്നുള്ളത് ആ വീടിന്റെ എല്ലാം. ഒരു വീട്ടില് എന്തിനും സ്വാതന്ത്ര്യം ഉള്ളത് ആ കുട്ടിക്ക് മാത്രമാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതായത് അങ്ങനെ ഒരുപാട് ഹൈറുകൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളിലൂടെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ മക്കള് നമുക്ക് വിട പറഞ്ഞതിന് ശേഷം, ആ മക്കളുടെ വിയോഗത്തിന് ശേഷം, അവരുടെ മരണത്തിന് ശേഷം എനിക്ക് അവരെ നേരെ നോക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെന്താ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് മക്കളെന്നും ആ മക്കളെ അള്ളാഹു നമുക്ക് നൽകിയതിൽ നമ്മൾ നന്ദി കാണിക്കുമാണ്. എങ്ങനെയാണ് ആ നന്ദി കാണിക്കൽ? ഈ ഒരു ആയത്ത് എല്ലാവർക്കും അറിയും അല്ലേ? നമ്മളെപ്പോഴും ഈ ആയത്തുകളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ചൊല്ലിപ്പിക്കാറുണ്ട്. ഒന്ന് ചൊല്ലിയാലോ നമുക്ക്? ഇടല്ലേ? ഓതിക്കൊള്ളു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഇതേതാ സൂറത്ത്? സൂറത്തു തഹ്രീമിലുള്ള ആയത്താണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തെ തൊട്ട് സംരക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. ഈ ആയത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് പറയാണ്, എന്റെ കാര്യം എനിക്ക് പറയാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് എനിക്ക് എന്റെ കാര്യം പരമാവധി ഞാൻ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ എന്റെ കുടുംബത്തിന്റെ കാര്യം ഇങ്ങനെ, അതെങ്ങനെ പറ്റും? ആ സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഉണ്ട്, എന്താണോ അള്ളാഹു നിന്നോട് കൽപ്പിച്ചത് അത് നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം. എന്താണോ അള്ളാഹു നിന്നോട് വിരോധിച്ചത് അത് നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും നീ വിരോധിക്കണം. അതാണ് അൻഫുസകും വഅഹ്ലീകും നാറ. എന്നിട്ട് അള്ളാഹ് പറയാണ്, വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. കല്ലുകൾ കത്തിക്കപ്പെടുകയാണ്. കല്ല് കത്തുവോ? നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും, കല്ല് എവിടെ കത്തണു എന്ന് ചോദിക്കും. നമ്മളാരും കല്ല് കത്തണ കണ്ടിട്ടില്ല. എന്നാൽ കല്ലുകൾ കത്തിക്കപ്പെടും. വഖൂദുഹൻ നാസു വൽ ഹിജാറ. എന്നിട്ട് പറയാണ്, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന്റെ മേൽനോട്ടക്കാരായി, ആ നരകത്തിന്റെ കാവൽക്കാരായി കഠിനന്മാരായ മലക്കുകളാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു പറഞ്ഞതിൽ ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്ത, അല്ലാഹു എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന മലക്കുകളാണ്. എന്തിനാണ് അല്ലാഹു ഇത്രയും പറഞ്ഞത്? നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നൊരു പരിപാടി അവിടെ ഉണ്ടാവില്ല. ഏതെങ്കിലും നിലക്ക് മെല്ലെ രക്ഷപ്പെട്ടുകൊണ്ട്, അത് ആ മലക്കുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവര് കാണാതെ മാറി നിന്നുകൊണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും എന്ന തോന്നല് ഒരു വിശ്വാസിക്ക് വേണ്ട. ഇവിടെ അള്ളാഹു വിശ്വാസികളെ വിളിച്ചിട്ടാ പറയണത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് കൽപ്പിക്കേണ്ടതും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു 10 കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 10 കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് കഴിഞ്ഞു. എന്നാ പറയല്ലേ? റെഡിയല്ലേ? എല്ലാവരും ഓക്കെയാണോ? ഈ വാക്കുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ എന്തിനാണ് എൻ്റെ ഖുതുബയാവട്ടെ ക്ലാസ് ആവട്ടെ എല്ലാം ഞാനിങ്ങനെ എണ്ണം പറഞ്ഞിട്ടാ പറയാം. ഒട്ടുമിക്കതും അങ്ങനെയായിരിക്കും. 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 7 കാര്യങ്ങൾ എന്നൊക്കെ പറയും. അതെന്തിനാന്നറിയോ? നമുക്ക് എന്നും ഓർത്തു വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോഴേ, ഈ പ്രോഗ്രാം കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ എന്തായിരുന്നു അവിടെ ഒരു പരിപാടി ആയിരുന്നു, വിജ്ഞാനവേദിയായിരുന്നു. എന്തായിരുന്നു വിഷയം? വിഷയമൊക്കെ അടിപൊളിയായിരുന്നു. എന്താ പറഞ്ഞത് എന്താന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മല്ല, പക്ഷെ വിഷയം അടിപൊളിയായിരുന്നു. അങ്ങനത്തെ ഒരു വാക്ക് വേണ്ട, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾ വീണ്ടും അതൊന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട്
നിങ്ങൾ ഇന്ന് ആരെങ്കിലും ഇന്ന് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു 10 കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ ഓക്കെയാണ്. അതിന് 2 ഭാഗമാക്കണം നമ്മൾ. 2 ഭാഗം. ഒന്ന് മക്കളോട് ചെയ്യേണ്ടതാണ്, ഒന്ന് മക്കളോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, മക്കളോട് ചെയ്യേണ്ടതുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏതൊക്കെയാണ് മക്കളോട് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും. എന്തൊക്കെ ഉണ്ടാവും മക്കളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ്? തിന്നാൻ കൊടുക്കാന്നൊന്നും പറയരുത്, അതൊക്കെ എല്ലാവരും കൊടുക്കണേ. എന്താണ് പറഞ്ഞോളേ. മക്കളോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒരു രക്ഷിതാവുന്നതിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? മിണ്ടാതെക്കുക, അത് ശരിയാണ്. കുറച്ചു നേരം മിണ്ടാതെക്കുക എന്നുള്ളത് ഒരു ഖൈറാണ്. നന്മ ഉപദേശിക്കുക, മാഷാ അല്ലാഹ്. പിന്നെ സ്നേഹം പ്രകടിപ്പിക്കുക. ഓക്കെ, പിന്നെ അറിവ് കൊടുക്കുക. ഓക്കെ, പിന്നെ എങ്ങനെ? ചുംബിക്കുക. ഓക്കെ ഓക്കെ, സ്നേഹത്തിന്റെ ഭാഗം അല്ലേ? ഓക്കെ, പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ അതെ അതെ, നമ്മളൊരു മാതൃകയുള്ള ആളുകളാകാം. പിന്നെ പിന്നോ ഇത്രയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ? എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞോട്ടോ. മാഷാ അല്ലാഹ്, നിങ്ങൾ പറഞ്ഞൊക്കെ ക്ലിയർ ആണ്. ശരിക്കും എനിക്ക് ഇപ്പൊ തന്നെ ക്ലാസ് നിർത്താനാ തോന്നണേ, കാരണം എല്ലാം കഴിഞ്ഞ് എല്ലാ പോയിന്റുകളും പറഞ്ഞു. എന്നാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണെന്ന്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് അല്ലെ? മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മക്കളോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മക്കളോട് എന്ന് മാത്രമല്ല, ഇസ്ലാമികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെ, അതായത് നമ്മൾ ദീനിയായി ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം അയാളോട് പറയണമെന്നാണ്. ഹദീസിൽ കാണാൻ പറ്റും, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സ്വഹാബി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ വേറൊരു സ്വഹാബി ഇങ്ങനെ വേറൊരു വഴിയിലൂടെ ഇങ്ങനെ ദൂരത്തുകൂടി ഇങ്ങനെ നടന്നു പോണത് നബിന്റെ അടുത്തുള്ള സ്വഹാബി കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ, ഇത് ആ പോകുന്ന ആളില്ലേ, ആ പോകുന്ന സ്വഹാബിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ആ ഇഷ്ടം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആ ഇഷ്ടം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് പറയണം, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ചെയ്യണം, പറയാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ എന്താന്ന് വെച്ചാൽ വേറൊരാളുടെ വിഷയത്തിലുള്ള കാര്യം, വേറൊരാളുടെ വിഷയത്തിലാണ്. ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിനെ ഇഷ്ടപ്പെട്ടപ്പോൾ വരെ പറയുന്നത്, ദീനിന്റെ അള്ളാഹിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിനക്ക് സമ്പത്തുള്ളത് കൊണ്ട് എനിക്ക് എന്നെ ഇഷ്ടമാണെന്നല്ല, നിങ്ങൾ വലിയ സ്ഥാനം ഉള്ളത് കൊണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്നല്ല, നിങ്ങൾ വലിയ തറവാടിത്തമുള്ളതുകൊണ്ട്, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് ഒന്നുമല്ല, ദീനുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ എന്താ ശരിക്കും പറഞ്ഞേ? സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത് അല്ലെ? പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. മക്കളെ സ്നേഹിക്കണവരൊക്കെ ഒന്ന് കൈവന്തിക്കോ. മക്കളെ സ്നേഹിക്കണവരൊക്കെ ഒന്ന് കൈവന്തി. ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കാറുണ്ട് ചോദ്യം. കുറച്ച് ആൾക്കാരുള്ളൂ? സ്നേഹിക്കണമില്ലേ? ഉള്ളിലുമില്ലേ? ഒക്കെ ഉണ്ടില്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടോ. ഇന്ന് നമ്മുടെ മക്കളെ വിളിച്ചിട്ടേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാട്ടോ എന്ന് പറഞ്ഞവരൊന്ന് കൈവന്തിക്കോ. സത്യം പറഞ്ഞാൽ മതി. ഏകദേശം മനസ്സിലായില്ലേ എന്താ പ്രശ്നം? മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ. ഒരു പക്ഷെ നമ്മൾ മറന്നുപോയതായിരിക്കാം. നമ്മുടെ മക്കളോട് നമുക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അവരോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ചേർത്ത് നിർത്താനോ, അവരുടെ കബളത്ത് മുത്തം കൊടുക്കാനോ, അവരോട് ആ വാക്കൊന്ന് പറയാനോ നമ്മൾ റെഡി ആയിട്ടുണ്ടാവും. അത് നമ്മൾ പറയുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ അവർക്കത് മനസ്സിലാവുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയാ, നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷെ മുഖം വീർപ്പിച്ച് അങ്ങനെ നടക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓളെ ഉള്ളിൽ മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടില്ല. ഒരു കേൾക്കൂല, നിങ്ങൾ പറഞ്ഞോളേ അല്ലേ? അതായത് ശരിക്കും ചില ആളുകളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഇത് മനസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഒട്ടുമിക്ക ക്ലാസ്സിലും ഇത് ചോദിക്കാറുണ്ട്. പാരന്റിങ് ക്ലാസ് എടുക്കുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ കാര്യം ചോദിക്കാറുണ്ട്. നമ്മളവിടെ സ്വയം പരിശോധിക്കുക വേണ്ടത്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒരാൾക്കും ആവശ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാര്യയോട് പറയണം. അത് കല്യാണത്തിന്റെ തുടക്കത്തിൽ മാത്രം പറയേണ്ടതല്ല. 40 കൊല്ലമായി 50 കൊല്ലമായി എന്നാലും പറയണം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്താ പറയാ? എന്താ നഷ്ടം? എന്താ നഷ്ടമുള്ളത്? നമുക്ക് ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതാ. നമ്മളോട് ഒരാൾ പറയും എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ? അത് നമ്മളെ മക്കൾ നമ്മളോട് പറഞ്ഞാലോ, നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞാലോ, ഈ രൂപത്തിൽ അതൊന്ന് പറയാൻ, അത് പ്രകടിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. ഈ പ്രകടിപ്പിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ നേർക്ക് നേരെ പറയലാണ്, നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയാം. അതല്ലെങ്കിലോ കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുട്ടിയുടെ കവിളത്ത് മുത്തം കൊടുക്കാം, അവരുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാം, നമ്മളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാം. നിങ്ങളിങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ നടക്കും, നമ്മുടെ കുട്ടികളും ബാക്കിൽ ഇങ്ങനെ നടക്കും. അതെന്താ? നമ്മളെ അനുസരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പോണത്. അങ്ങനെയല്ല ശരിക്ക് നമ്മുടെ കുട്ടി നമ്മളോട് വലിയ ബന്ധമാണെങ്കിൽ നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോകണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പോയാണ്ടല്ലോ. നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മൾ റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ കാര്യത്തിൽ പിന്നെ ബേജാറിന്റെ ആവശ്യം ഉണ്ടാവില്ല. ആ കുട്ടിയുടെ കാര്യത്തിൽ ബേജാറിന്റെ ആവശ്യമില്ല. നമ്മളെന്താന്ന് വെച്ചാൽ പലതും എതിർത്ത് നിന്നുകൊണ്ടാ പറയാം. നീ എന്നുള്ള പ്രയോഗം, നീ അത് ചെയ്തോ, നീ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ പറയാം. പക്ഷെ അത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളെ അതിയായി സ്നേഹിക്കണം. ഈ പറയുമ്പോൾ ചില ആളുകൾ പറയും അത്രക്ക് വേണം. മക്കളെ സ്നേഹിച്ചാലേ വഷളാവും, സ്നേഹിച്ച് വഷളാക്കാൻ പാടില്ല എന്നൊക്കെയാണ് പണ്ടുള്ള ചില ആളുകൾ പറയാറുണ്ടായിരുന്നത്. ശരിക്ക് സ്നേഹിച്ചുകൊണ്ട് കുട്ടികൾ വഷളാവില്ല. ആ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന മാനദണ്ഡങ്ങളാണ് പ്രശ്നം. നമ്മുടെ ധാരണ എന്താന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അവര് ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണെന്ന്. അതാണ് സ്നേഹം. അവര് ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കലല്ല സ്നേഹം. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരൊന്ന് കരയുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരൊന്ന് ശാഠ്യം പിടിക്കുമ്പോഴേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ വഷളാക്കണം. ആ കുട്ടി നമുക്കൊരു പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ പറയില്ല ഈ വാശിയുള്ള കുട്ടികൾ എങ്ങനെ മാറ്റുമെന്ന് ചോദിക്കും ചില ആൾക്കാർ. ഈ വാശി തുടങ്ങുന്നത് ചെറിയ പ്രായത്തിലാണ്. അവിടെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുണ്ടാവും ഈ പ്രായമുള്ള നമ്മളെ ഉമ്മ പാപ്പ അല്ലെങ്കിൽ വല്യമ്മ വല്യപ്പ, ഓരാണ് എന്ത് ചെയ്യുക, കുട്ടികളെ ഏറ്റവും കൂടുതൽ വഷളാക്കുക. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഒന്നുണ്ട് കരയാൻ തുടങ്ങുമ്പോഴേക്ക് അതൊക്കെ ചെയ്തു കൊടുത്താണ്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ആ കുട്ടി അത് തന്നെ ശീലിക്കും. പിന്നെ വലിപ്പത്തിൽ ആ കുട്ടി ഒരു 10 വയസ്സോ 15 വയസ്സോ ആകുമ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി വല്ലാത്ത പ്രശ്നക്കാരനാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ വാശിക്ക് നിന്ന് കൊടുക്കുന്ന ആളുകൾ, നമ്മളവിടെ ആ കുട്ടിയുടെ ശ്രദ്ധ മാറ്റുന്ന രൂപത്തിലേക്ക് പെരുമാറിയാൽ മതി. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണം, ആ സ്നേഹം പ്രകടിപ്പിക്കണം. അതിൻ്റെ വഴിയാണ് അവരെ ചുംബിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരുടെ നെറുകയിൽ തലോട്. അതൊക്കെ വലിയത്. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന സമയത്താണെന്ന് അറിയും. നിങ്ങളെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന സമയത്താണ്. ഫോണ് കൊടുക്കുക എന്ന് പറയണ്ട, അതല്ലാത്തൊരു സമയം. ഫോണല്ല, ഫോണിനേക്കാൾ കുട്ടിക്ക് സന്തോഷമുള്ളൊരു സമയമുണ്ട്. ഏതാ? ഭാര്യയും ഭർത്താവ്, അതായത് നിങ്ങളുടെ ഭാര്യയും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ നടുവില് വന്നിട്ട് കുട്ടികൾ കിടക്കുന്ന രംഗമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര പറഞ്ഞാലും പോവില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ അത്ര നേരം ഒരു കാര്യം പറയട്ടെ, ഒന്ന് പോ എന്നിട്ട് വരാറുണ്ട്. സത്യത്തിൽ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്ന സമയം, സ്ഥലം, അതിനോളം വേറൊന്നുമില്ല. അതുകൊണ്ടാണ് കുട്ടികൾ അവിടെ നിൽക്കുക. ശരിക്കും കുട്ടികളെ നമ്മൾ ആ സമയത്ത് കുറച്ചു നേരം അവിടെ തന്നെ വേണം. നമുക്ക് പറയാനുണ്ടാകും, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മെല്ലെ എണീക്കും.
അപ്പൊ നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് പറയും. നമ്മളെപ്പോഴും കുട്ടികൾക്കുള്ള ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ വഴി അവർക്ക് കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ രാവിലെയുള്ള ഉറക്കവും അതേപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ഉപബോധ മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ കണ്ണ് തുറന്ന ഉടനെ നടത്തേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കണ്ണ് തുറക്കുന്ന സമയത്ത് നടത്തേണ്ട പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നിർവഹിച്ചിട്ട് ഒരാൾ തന്റെ ആവശ്യം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിച്ചു കൊടുക്കും. ഏതാണ് കണ്ണ് തുറന്ന ഉടനുള്ള പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദി അല്ല, അതിനു മുമ്പൊരു പ്രാർത്ഥന ഉണ്ട്. ഏതാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി. ഇതിലുള്ള ഒരു വാക്ക് കൂടി നമുക്ക് അറിയാത്തില്ല അല്ലെ? എല്ലാ കലിമത്തും നമുക്കറിയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയാണ്, ഇതിന് ശേഷം ഇത് രാവിലെ കണ്ണ് തുറന്ന ഉടനെ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് അവൻ എന്ത് ചോദിച്ചാലും അവന് ഉത്തരം കിട്ടില്ല. അതെന്താ കാരണം? അത് അള്ളാഹിനെ കുറിച്ച് നല്ലോണം ബോധമുള്ളവന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തവനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചൊന്ന് പോയി പടച്ചോനെ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് പിന്നെ ആലോചിക്കാം. അവിടെ ഒരു വിശ്വാസി കണ്ണ് തുറക്കുന്ന സമയത്തുള്ള, അവിടെ നമ്മുടെ മക്കള് കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവര് രാത്രി കിടക്കുന്ന സമയത്ത് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അതാണ് ശരിക്കും അവിടെയാണ് ആ ഒരു ഇടപെടലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ കാര്യം ഏറ്റവും സന്തോഷമായിരിക്കും. രാത്രി കുട്ടികൾ കിടക്കുന്ന സമയത്ത് കുട്ടി കിടക്കാൻ വേണ്ടി അവരുടെ റൂമിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ബെഡ് വിരിച്ചിട്ട് അതിലേക്ക് കിടത്തുമ്പോ നമ്മൾ അവർക്ക് മുത്തം കൊടുക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതൊക്കെ നിങ്ങൾ ശീലിച്ചു നോക്കിയാൽ, അത് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മക്കളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയായിരിക്കും. കാരണം പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന് തിരിച്ചും പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അതല്ല അവരിങ്ങോട്ട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിലോ നമ്മൾ അങ്ങോട്ട് മനസ്സിൽ വെച്ച പോലെ തന്നെ ഒരു മനസ്സിൽ വെക്കും, പ്രകടിപ്പിക്കൂല. ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടു, ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏകദേശം 20ഓളം ചെറുപ്പക്കാരോട് ചോദിക്കാണ്, നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ഉപ്പയെ ഹഗ് ചെയ്തത് എപ്പോഴാണ്? വാപ്പാനെ കെട്ടിപ്പിടിച്ചത് എപ്പോഴാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ ആ വീഡിയോ എനിക്ക് ഒരാളെ അയച്ചെന്നതാ. ഇത് കണ്ടു നോക്കിയെന്നാണ്. കാരണം നമ്മളിങ്ങനെ ഈ മക്കളും മാതാപിതാക്കളും എന്നുള്ള വിഷയം ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കിയെന്നാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൊക്കെ പറയണത്, അതിൽ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല, എപ്പോഴാ കെട്ടിപ്പിടിച്ചതെന്ന് ഓർമ്മല്ല, പണ്ടെന്നോ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചു, അതിന് ശേഷമല്ല. അതിൽ ഒരാൾ മാത്രം പറയുന്നുണ്ട് ഏകദേശം ഒരാഴ്ച മുമ്പ് കെട്ടിപ്പിടിച്ചു. ബാക്കി എല്ലാവരും പറയുന്നത് ഓർമ്മയില്ല അല്ലെങ്കിൽ പണ്ടെന്നോ എന്നുള്ള പ്രയോഗം. എന്താ അതിന്റെ കാരണം? ഇവർക്ക് വാപ്പാനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാ? അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടാ? അല്ല. പലപ്പോഴും രക്ഷിതാക്കൾ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്ന, അങ്ങോട്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന അവസ്ഥ കുറയുന്നുണ്ട്. ഞാൻ ആരെയും ഇവിടെയുള്ള ഒരു രക്ഷിതാവിനെയും കുറ്റപ്പെടുത്തിയിട്ടല്ല കേട്ടോ പറയണത്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കുട്ടിനെ ചേർത്ത് നിർത്തും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അവന്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. അല്ലെ, കുട്ടികളൊന്ന് വലുതാകുമ്പോഴേ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. അപ്പൊ നമ്മളാണ് ശരിക്കും അകലം ആക്കുന്നത്, നമ്മുടെ മക്കളല്ല. നമുക്കെന്നും അവര് മക്കളാണ്. പക്ഷേ നമ്മൾ ഒരു അകലം വെച്ചുകൊണ്ടിരിക്കുക. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് നമ്മുടെ ശബ്ദം മാറുന്നുണ്ട്. നമ്മൾ ചെറിയ മകനോട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോ മറ്റോനെ വിളിക്കുന്നത് ദാ എന്നുള്ള പ്രയോഗം. അപ്പൊ ആർക്കാണ് ശരിക്കും കൗൺസിലിംഗ് വേണ്ടത്? ആർക്കാണ് പ്രശ്നം? അവിടെ നമ്മൾ തിരുത്തേണ്ട കാര്യം കേട്ടോ. ഞാനിവിടെ മക്കൾ കുറവായത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേറുമ്പോ തന്നെ അതൊക്കെ പാലിക്കണട്ടില്ലേ വാപ്പാന്ന് പറയും, കുട്ടികൾ മുഴുവൻ കേൾക്കും. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അതില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഫോൺ. അതിൽ ഏറ്റവും കൂടുതൽ മക്കൾ ഫോൺ എടുക്കുക ആരതാ? വാപ്പാന്റെ ആണോ ഉമ്മാന്റെ ആണോ? ആരുടെയാണ്? എന്തുകൊണ്ട് അമ്മാന്റെ ഫോണ്? അതെന്താ ആർക്കും വന്ന് മേയുള്ളതാ? എന്തുകൊണ്ടാണ് ഉമ്മാന്റെ ഫോൺ എടുക്കുന്നത്? നിങ്ങൾക്ക് തോന്നിയ ഒരു ഉത്തരം പറയാൻ പറ്റുമോ? എന്താ? ഒന്ന്, വാപ്പ എപ്പോഴെങ്കിലുമാണ്
വീട്ടിൽ വരിക. എപ്പോഴെങ്കിലും തന്നെ വീട്ടിൽ നിന്ന് പോകുന്നല്ല, അധികവും രാത്രിയൊക്കെയാണ് വരിക. കുറേ സമയം ഉമ്മയാണ് അടുത്തുണ്ടാകുക. രണ്ടാമത്തെ എന്താ വെച്ചാല്, പൊതുവെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാൻ ആദ്യത്തെ കാരണക്കാരാരെന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മമാരാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ പിപ്പിരി കളിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? എന്നാ കുറച്ചു നേരം ഉണ്ടാക്കുക, ഈ ഫോണൊന്ന് പിടിച്ചോ, കുറച്ചു നേരം കണ്ടെന്ന് പറയും. അത് നമ്മൾ കൊടുക്കുന്നത് എന്താ ശരിക്കും അറിയോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ശരിക്ക് നമ്മുടെ കുട്ടിക്ക് ഒരു ലഹരി കൊടുക്കുക. നമ്മൾ വല്ലാതെ വയലന്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരോട് ഓന് രണ്ടെണ്ണം അടിച്ചാൽ അവിടെ ഇരുന്നോളും എന്ന് പറയും. കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനത്തെ പ്രയോഗങ്ങൾ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെയാണ് ശരിക്ക് കുട്ടികൾ വല്ലാതെ കളിച്ച് നടക്കുമ്പോൾ നമ്മൾ വേഗം ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്നാ കുറച്ചു നേരം ഫോൺ കൊടുക്കുക എന്നുള്ള പ്രയോഗം. ഞാൻ തീരെ കുട്ടികൾക്ക് കൊടുക്കണ്ട എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾക്കൊക്കെ അവർ പഠിക്കാനും ഒക്കെ ഉണ്ടാകും. ഒരു ടൈം വെക്കണം എന്ന് മാത്രം. ഒരു ടൈം വെക്കണം. ആ ടൈം നോക്കേണ്ടതും അതിന് അലാറം വെക്കേണ്ടതും ആരാണോ ഫോൺ കൊടുക്കുന്നത് അയാളാണ്. പ്രത്യേകിച്ച് ഉമ്മമാരെ ശ്രദ്ധിക്കുക. അത് തന്നെ നിങ്ങൾ മക്കളോട് ചോദിക്കുക, നിനക്ക് അതായത് കുട്ടികൾക്ക് എത്ര മിനിറ്റ് കൊടുക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കണത്, അതിന്റെ കുറവും പറയാ, അതും പറയാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? നിങ്ങൾ ഒരു 20 മിനിറ്റ് ആണ് കുട്ടിക്ക് ഫോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുട്ടിനോട് ചോദിക്കുക, നിനക്ക് എത്ര മിനിറ്റാ വേണ്ടതെന്ന് ചോദിക്കരുത്. ശ്രദ്ധിക്കണേ, എത്ര മിനിറ്റാ വേണ്ടതെന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്ത് ഒരേ അങ്ങോട്ട് ഒരു കണക്ക് പറയാം. അപ്പൊ നമ്മൾ പറയാം, നമ്മൾ വന്ന ഒരു ക്ലാസ് കിട്ടും, കുട്ടികൾക്ക് ഫോൺ കൊടുക്കണ്ട എന്നുള്ളതാ പറയണത്. കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൊടുക്കുക. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് 15 മിനിറ്റ് വേണോ 20 മിനിറ്റ് വേണോ, ഏതാ വേണ്ടേ? എന്താ മറുപടി പറയാം? 20 മിനിറ്റ്. അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഏറ്റവും വലുതാക്കി പറയേണ്ടത്. ഞാൻ പറയണ മനസ്സിലാവണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? പിന്നെ അവര് അതിൽ നിൽക്കണം. അത് നമ്മൾ അതിൽ കണിശത കാണിക്കും വേണം. ഇന്ന് ആവേശം മൂത്തിട്ട് ഇന്ന് മാത്രം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ നാളെ 20 മിനിറ്റ്, പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ. അങ്ങനെ ആവരുത്. നമ്മുടെ കുട്ടിക്ക് കഴിയുന്നതും ഫോണ് കൊടുക്കുന്നത് കുറക്കണം. അപ്പൊ പിന്നെന്താ ചെയ്യാ? നമ്മളെല്ലാരും പറയും, എല്ലാവർക്കും പരാതി ഉണ്ടല്ലോ, കുട്ടികൾ ഫുൾ ടൈം ഫോണിലാണെന്നുള്ളൊരു പരാതി ഉണ്ട് ഭൂരിഭാഗം രക്ഷിതാക്കളും. ഇപ്പൊ ഞാൻ ഈ വിഷയം ഉണ്ടാക്കിയ സമയത്ത് തന്നെ എന്നോട് സംഘാടകർ പറഞ്ഞു, നിങ്ങളുടെ ഒരു വിഷയം കാര്യമായിട്ടൊന്ന് പറയണമെന്നാണ്. അല്ലെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, കുട്ടികൾ ഫോൺ ഉപയോഗിക്കും. എന്തുകൊണ്ട്? വാപ്പ ഫോണിലാണ്, ഉമ്മ ഫോണിലാണ്, ജ്യേഷ്ഠൻ ഫോണിലാണ്, വീട്ടിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാലും വർത്താനം പറയുമ്പോഴും ഫോണിലാണ്. അല്ല, ഇപ്പൊ ഞാനിത് പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഫോണിലാക്കാൻ കാരണം നമുക്ക് അർജന്റാണ്, നമുക്ക് അത്യാവശ്യം, നമുക്കിതില്ലാതെ നടക്കൂല. ആ കുട്ടിക്ക് മാത്രം ഇതില്ല. നമ്മളിത് ഇങ്ങനെ നോക്കി ചിരിക്കുന്നു, നമ്മൾ അതിലെ റീലുകൾ കാണുന്നു, അതിലെ ഫോട്ടോസ് കാണുന്നു. ഇനി നെറ്റ് ഇല്ലെങ്കിൽ പോലും വെറുതെ ഫോട്ടോസ്. നമ്മൾ ലോക്ക് ഇട്ടാൽ പോലും അത് ഇങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? അതിലുള്ള കുറച്ച് ഗെയിമുകൾ കിട്ടും. ലോക്ക് ഇട്ടാലും കിട്ടണ കുറച്ച് ഗെയിമുകളുണ്ട്, അറിയില്ലേ? അല്ലെങ്കിൽ കുട്ടികളോട് ചോദിച്ചാലും അറിയോ? എനിക്ക് പറഞ്ഞാൽ നിൽക്കണം. ലോക്ക് ഇട്ടാൽ പോലും എന്ത് ചെയ്യും? അതിൽ ഗെയിം കിട്ടും. അതായത് എങ്ങനെയെങ്കിലും കുറച്ചു നേരം അവർക്ക് അതിലിങ്ങനെ ഉപയോഗപ്പെടുത്തണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു നിയന്ത്രണം വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കാര്യമായി ഫോൺ ഉപയോഗിക്കാതിരിക്കുക. 2, അവരുടെ ബാക്കിയുള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർക്ക് മനസ്സിലാവണില്ലേ എന്ന് എനിക്ക് ഇരുത്തം കണ്ടിട്ട്, അതോ ആകെ ഇപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ടുള്ള ബേജാറാണോ? ഫോൺ കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുക. എന്താ ഈ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുക? നമ്മൾ പറയും, നിങ്ങളൊക്കെ ഏത് സമയത്തും ഫോണിലാണ്. ഞങ്ങളൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പറമ്പിൽ പോയി കളിച്ചിരുന്നു, അവിടെ പോയിട്ട് തോട്ടിൽ പോയിട്ട് ചാടിയിരുന്നു, ഞങ്ങൾ പിന്നെ ഇന്ന സ്ഥലത്ത് പോയിട്ട് കളിച്ചിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ കുട്ടി ചോദിക്കാണ്, എന്നാ അപ്പൊ ഞാനന്ന് ആ കുളത്തിൽ പോയി. കുളത്ത് പോകാൻ പാടില്ല. എത്ര കുട്ടികളാ മുങ്ങി മരിച്ചിനെ? പോകാൻ പാടില്ല. എന്നുവെച്ചാൽ ഞാൻ പറമ്പ് പോയിട്ടൊന്ന് കളിക്കട്ടെ. അല്ലാ, ഇപ്പത്തെ പറമ്പിലെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും. അവരൊക്കെ ഫുള്ള് വീടുകളാണ്. പിന്നെ പരാതി കൊണ്ട് ആൾക്കാർ വരും. എന്നാ ഞാൻ വീട്ടിൽ കളിച്ചട്ടെ. വീട്ടിൽ കളിച്ചു. എവിടെ? പുറത്ത് കളിച്ചാൽ മതി. പുറത്ത് കളിച്ചാൽ ചില്ല് പൊട്ടുള്ളൂ. ബോൾ കൊണ്ട് കളിച്ചാൽ മതി. ഇത്ര പൊങ്ങാൻ പാടില്ല, ഇത്ര. ഞാൻ പറയാം, അതായത് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്. അപ്പൊ കുട്ടിക്ക് തോന്നുന്നത് കളിക്കണ്ട. എഴുതിയിട്ട് കള്ളനും പോലീസും കളിക്കല നല്ലത് തോന്നും. അതല്ലാത്ത വേറൊരു കളി എന്ത് ചെയ്യില്ല, ഒരിക്കലുണ്ടാവില്ല.
അവിടെ നമ്മൾ എന്താ വെച്ചാൽ പ്രൊഡക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള വാപ്പമാരോടാ പറയുന്നത്. നമ്മൾ കുറച്ച് സമയം കുട്ടികളോട് ഒന്നിച്ചിട്ട് ഇരിക്കാൻ കഴിയണം. വെച്ചാൽ ഞാൻ അതിലേക്ക് വരാം, ആ ഒരു ഭാഗം വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ മക്കൾക്ക് ഫോണ് ഏതെങ്കിലും സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വന്നാൽ, അതായത് നമ്മൾ വാങ്ങിക്കൊടുക്കൂല എന്ന് തീരുമാനിച്ചു, എന്നാലും അമ്മാവന് വല്ലാത്ത ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മരുവൾക്ക് എന്ത് ചെയ്യും, ഫോണ് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, നമ്മുടെ മെയിൽ ID ആണ് അവർ ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കട്ടോ, അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരെന്തുപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ എന്തുപയോഗിക്കുന്നു എന്നുള്ളത് ഓരും കാണും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനതിൽ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. നമ്മളെ ഏകദേശം നമ്മളെ പീസ് റേഡിയോ ഒക്കെ തുടങ്ങി കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോഴേ എൻ്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ വാപ്പ നല്ല ദീനിയായിട്ട് ജീവിക്കണവരാണ്. അപ്പോ വാപ്പാക്ക് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഓനെന്ത് ചെയ്തു, നല്ലൊരു ഫോൺ വാങ്ങിയിട്ട് വാപ്പാക്ക് കൊടുത്തു, അല്ലെങ്കിൽ നെറ്റൊക്കെ റീചാർജ് ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഒരു ദിവസം പിന്നെ അവന്റെ ഫോൺ എന്തോ സ്വിച്ച് ഓഫ് ആയി. അപ്പൊ ഇവൻ എന്ത് ചെയ്ത്, എന്നാ വാപ്പാന്റെ ഫോൺ എടുത്തിട്ട് എന്തോ ഒരു വീഡിയോ കാണേണ്ട, എന്തോ ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വാപ്പാന്റെ യൂട്യൂബ് ഒന്ന് ഓണാക്കി. ഈ യൂട്യൂബ് ഓണാക്കിയാൽ ഒരു പ്രശ്നമുണ്ട്. എന്താ, അതിന് മുമ്പ് എന്തൊക്കെ സെർച്ച് ചെയ്തു എന്ന് എന്ത് ചെയ്യും, അതിൽ കാണാൻ പറ്റും. ചിലതൊക്കെ ഇങ്ങനെ പകുതിക്ക് കണ്ടതും അതിന് മുകൾക്ക് കണ്ടതൊക്കെ ഉണ്ടാവും. ഇവൻ പറയാണ്, എനിക്ക് വാപ്പാക്ക് ഫോൺ മേടിച്ചു കൊടുക്കേണ്ടതിനായിപ്പോയി. വാപ്പയായതുകൊണ്ട് പറയാനും ഒരു ബുദ്ധിമുട്ട്. എന്നോട് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. അതാണ് ഞാനത് പറയാനുള്ള കാരണം, നമ്മൾ ചിലപ്പോൾ അത്ര വലിയ അറിവുള്ളവരാവണമെന്നുള്ളതിൽ നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ഓരോന്നും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? ഇതൊരു പ്രസംഗമായിപ്പോ ഉണ്ടോ? പ്രസംഗം ഉണ്ടോ? ഇല്ല, എന്നാ പറയും. ഒന്നാമത്തെ കാര്യം എന്താ? സ്നേഹിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, അല്ലെ? പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്, അല്ലാത്ത സ്നേഹം വേണ്ട. ഓക്കെ. രണ്ടാമത്തത് കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മളോടൊപ്പം ഇങ്ങനെ ഇരുന്നിട്ട് പറയും, നിങ്ങളെ കുട്ടിക്ക് എന്താ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, അത് എന്റെ മാരിക്കാൻ അങ്ങനെ നടക്കുക. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഓരോ മക്കൾക്കും കഴിവുകളുണ്ട്. ചില ആളുകൾക്ക് പാടാനായിരിക്കും, ചില ആളുകൾക്ക് പറയാനായിരിക്കും, ചില ആളുകൾക്ക് പ്രസംഗിക്കാനായിരിക്കും, ചില ആളുകൾക്ക് എഴുതാനായിരിക്കും, ചില ആളുകൾക്ക് പെട്ടെന്ന് മനഃപ്പാഠമാക്കാനായിരിക്കും. ഇതിനൊക്കെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ എവിടെയാ തുടങ്ങാന്നറിയും? എവിടെയാ തുടങ്ങുക? ചില കുട്ടികൾ തുടങ്ങണത് ചുമരുമെന്നൊക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ വീട്ടിലെ ചുമര് കണ്ടിട്ടില്ലേ? ഉണ്ട്. അതിൽ ഫുൾ ഡിസൈനിങ് ഉണ്ടാവും, വിവിധ തരത്തിലുള്ള കളറുകൾ ഉണ്ടാവും, അല്ലേ? ആ കളറിന്റെ പ്രത്യേകത എന്താ? ആ കണ്ട നമ്മൾ എന്താ ചെയ്യാ? ഇത് വരച്ചതാരാ പല്ലും കടിച്ചിട്ടാ ചെല്ലുക. പിന്നെ ആ കുട്ടി വരയോ? ശരിക്കും അങ്ങനത്തെ കുട്ടികൾ വരക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നല്ല ഒരു പെൻസിൽ വാങ്ങിക്കൊടുക്കുക, പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്കും വാങ്ങിക്കൊടുക്കുക. എല്ലാ കുട്ടികളും ആ നോട്ട്ബുക്കിൽ തന്നെ എഴുതുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പിന്നെയും എഴുതുന്നത് എവിടെയായിരിക്കും? ചുമരുമ്മ തന്നെയായിരിക്കും. ആ ചുമര് നമ്മൾ കുറച്ച് പൈസ മുടക്കിയാൽ വീണ്ടും പെയിന്റ് അടിക്കാൻ പറ്റും. നിങ്ങൾ എത്ര ലക്ഷം മുടക്കിയാലും നിങ്ങളുടെ കുട്ടിയുടെ ബാല്യകാലം നിങ്ങൾക്ക് കിട്ടൂല. കിട്ടുമോ? കിട്ടുമല്ലേ? ഇല്ല. കാരണം അത് പോയതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കണം. കഴിവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാർക്കല്ല. നിങ്ങളെ കുട്ടിക്ക് മാർക്ക് കുറവാണ്, ഒരിക്കലും നിങ്ങൾ അതിൽ കുട്ടികളോട് ദേഷ്യപ്പെടരുത് കേട്ടോ. സന്തോഷമായില്ലേ? ഞാനത് പറഞ്ഞപ്പോൾ ഇങ്ങനെ മറ്റോനെ തൂണ്ടലുണ്ട്. അതായത് നമ്മൾ അവിടെ മക്കളുടെ മാർക്കിന് എന്ത് ചെയ്യേണ്ടതില്ല, വല്ലാതെ പ്രശ്നമാക്കേണ്ടതില്ല. ഇന്ന് നമ്മുടെ നാട്ടില് ഫുൾ A+ കിട്ടുക എന്നുള്ളത് എന്തല്ല, വലിയ ഒരു ടാസ്ക് ഒന്നും അല്ല. ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ പൊതുവെ അത് നോക്കുന്നത്. ഞാനെന്റെ രാഷ്ട്രീയം പറയാനല്ല കേട്ടോ, ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, അങ്ങനെ മാർക്ക് കിട്ടിയില്ല. ഒരു കുട്ടി അവന് ഫുൾ A+ കിട്ടുന്നുണ്ട്,
ഞാൻ അതിൽ വായിച്ചൊരു കഥ പറഞ്ഞുതരാം. ഒരു പഞ്ചായത്ത് കിണർ പോലത്തെ ഒരു കിണർ, അവിടെ അടുത്തൊന്നും വേറെ കിണറൊന്നുമില്ല. അപ്പോൾ 2-3 സ്ത്രീകൾ അവിടെ വെള്ളം മുക്കാനായിട്ട് വന്നു. അപ്പൊ ആ സമയത്ത് അവരുടെ മക്കളെ കുറിച്ച് ഇവരിങ്ങനെ പറയാണ്. പൊതുവെ സ്ത്രീകൾക്കിടയിൽ എൻ്റെ മക്കൾ അത്ര പഠിക്കും, എൻ്റെ കുട്ടിക്ക് ഇത്ര A+ ഉണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരിങ്ങനെ പറയാണ്. അപ്പൊ അതിൽ 3 സ്ത്രീകളും അവരുടെ മക്കളുടെ സ്കൂളിനെ കുറിച്ചും അവർ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തെ കുറിച്ചും അതിലുള്ള പഠനത്തെക്കുറിച്ചൊക്കെ വലിയ വാദോരാതെ പറയാം. അപ്പൊ അതിലുള്ള ഒരു സ്ത്രീ പറയാണ്, എൻ്റെ കുട്ടി സാധാരണ ഒരു സ്കൂളിലാണ് പഠിക്കണം, അവൻ അത്രക്കൊന്നും പഠിക്കൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് എങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക? ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ ഉമ്മമാരും അവരുടെ പാത്രം എടുത്തിട്ട് തലയിൽ വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കുട്ടി ഓടി വരുന്നത്. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഉമ്മ അതിൻ്റെ കയ്യിൽ തരും, ഞാൻ പിടിച്ചോളാം. ഏത് കുട്ടിയാണതെന്ന് അറിയോ? ആ സാധാരണ ഇതിൽ പഠിക്കുന്നത്. ഞാനിവിടെ ഏതെങ്കിലും സ്കൂളിനെ കുറിച്ചല്ല പറയണത്. ഒരു കുട്ടിക്ക് എത്ര മാർക്കുണ്ട് എന്നല്ല, അവൻ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്നല്ല, മറിച്ച് വാപ്പയുടെ വേദന അറിയാൻ മക്കൾക്ക് കഴിയണം. ഉമ്മയുടെ വിഷമം അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ കഴിയണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, അതുകൊണ്ട് കാര്യമുള്ളൂ. അതല്ല എങ്കിലോ ഒരെത്ര പഠിച്ചിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3-ാമത്തെ വിഷയം, കൂടെ കളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മക്കളുടെ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളുടെ കൂടെ കളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഈ കൂടെ കളിക്കാൻ സമയം കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആർക്കും സമയമില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ രാവിലെ അങ്ങോട്ട് പോകും, പിന്നെ വൈകുന്നേരം ആയിരിക്കും, ചിലപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഉമ്മയാവട്ടെ ഉമ്മാന്റെ തിരക്കിലാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കളിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവന്റെ ഉമ്മാന്റെ കൂടെ അല്ലെങ്കിൽ വാപ്പാന്റെ കൂടെയാണ്. ഞാൻ ആ പറഞ്ഞത് നേരെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുമല്ലോ, കുട്ടികൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആകെ പിടുത്തം വിട്ടു, അവർ കുറെ ഗ്യാങ്ങുകളിൽ പെട്ടു എന്നൊക്കെ പറയണില്ലേ. എന്തുകൊണ്ടാണ് ആ കുട്ടി പോയത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവന് ഒരു പ്രായമെത്തുമ്പോൾ അവന്റെ പിയർ ഗ്രൂപ്പിലേക്ക് പോകും. പ്രത്യേകിച്ച് ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോളി, 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ എങ്ങനെ പറയാൻ തുടങ്ങും, വലിയ വർത്തമാനങ്ങൾ പറയാം, വലിയ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങും. അതാണ് ആ ഒരു പ്രായത്തിന്റെ പ്രശ്നമാണ്. എന്നിട്ട് 11-12 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ വലിയ ഗ്യാങ്ങിനെ കുറിച്ച്, അവിടെ അങ്ങനെ പ്രശ്നമുണ്ടായി, ഇവിടെ എങ്ങനെ പ്രശ്നമുണ്ടായി, ഞങ്ങളൊക്കെ നോക്കി നിന്നു, അവിടെ ബസ്സിന് കല്ലെറിയുമ്പോൾ ഞാൻ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അത് ഓനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇങ്ങനെ അവര് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയില്ല, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല. അവിടെ ഏറ്റവും ആദ്യം നിൽക്കേണ്ടത് നമ്മളാണ്. നിങ്ങളുടെ കുട്ടിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ നേരം എന്തെങ്കിലും ഒരു കളി, അത് നിങ്ങൾ ഷട്ടിൽ കളിക്കലാവട്ടെ, ഫുട്ബോൾ ആവട്ടെ, വെറുതെ ബോളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ വിചാരിച്ചു. ഒരു അരമണിക്കൂർ നേരങ്ങൾ കളിച്ചു, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം കളിച്ചു. എന്നിട്ട് നിങ്ങൾ കടയിലേക്ക് പോകാനുള്ള ആ കീസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു കവർ ഉണ്ടാവില്ലേ, സാധനം പിടിച്ചോണ്ടരാൻ, ഇത് കൊടുത്തിട്ട് ഇതൊന്ന് മേടിച്ചോണ്ടരാൻ നമുക്ക് കാണാം. ഓൻ അപ്പം പോകും. എന്താ കാര്യം? ഓന്റെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്, എന്നാൽ നമ്മുടെ കൂടെ ഓനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കളിക്കാനും നിൽക്കൂല, പഠിക്കാൻ വെറും ആകെ നമ്മുടെ വായിൽ എന്താ ഉണ്ടാക്കുക, പഠിക്ക് നിസ്കരിച്ച് ഇങ്ങനെ കുറെ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഉമ്മയും വാപ്പയും. അതല്ല, നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കണം, ചെറിയ പ്രായത്തിലാണെങ്കിലും ശരി, അല്ല കുറച്ച് വലുതായാൽ പോലും എന്ത് ചെയ്യുക, നിങ്ങൾ കുട്ടികളുടെ കൂടെ കളിക്കാൻ ഒരു 2 ഷട്ടിൽ വാങ്ങിയിട്ട് അത് നിങ്ങൾ കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടി നിന്നാൽ തീർച്ചയായും ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. പ്രവാചകന്റെ ചരിത്രത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ കുട്ടികൾ അമ്പെയ്ത്ത് മത്സരം നടത്തണം. അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ കല്ലെറിഞ്ഞൊക്കെ കളിക്കൂലേ, അതേപോലെ അമ്പെയ്ത്ത് മത്സരം ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് അതിനെ 2 ടീമാക്കി അവർ അമ്പെയ്ത് ആരാണ് ഏറ്റവും ഷാർപ്പായിട്ട് കൊള്ളിക്കണത് നോക്കണം. അപ്പൊ അതിങ്ങനെ പോയപ്പോൾ നബി കുറച്ചു നേരം ഇങ്ങനെ അവിടെ നോക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവലെ ഒരു ടീമിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ, നിങ്ങളെ കൂടെ ഞാനും ഉണ്ട് കളിക്കാനാ. ഉടനെ മറ്റേ ടീം പറഞ്ഞാൽ ഞങ്ങളില്ലാറുണ്ട്. എന്താ, നബിക്കെതിരെ ഞങ്ങൾ നിൽക്കുക, നബി ഓരോ ടീമിൽ മാത്രം, ഞങ്ങളുടെ ടീമിൽ അപ്പൊ നബി ഇല്ലല്ലോ.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ 2 ടീമിൽ ഞാനുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കളിക്കാൻ കൂടി. ഞാനിവിടെ ഈ ചരിത്രം വായിച്ചപ്പോഴേ ഇന്നത്തെ ഉസ്താദുമാരുടെ ഒരു കാര്യം ആലോചിച്ച്, കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് വന്നാൽ എന്താ കാര്യം നോക്കി ഇങ്ങനെ നോക്കും. പിറ്റേ ദിവസമായിരിക്കും എന്താ, അനക്ക് കളിക്കാൻ ടൈം ഉണ്ടല്ലേ, അനക്ക് പഠിക്കാൻ ടൈമില്ല എന്നുണ്ട് ഫുള്ള് നെഗറ്റീവ് പഠിക്കണത് അപ്പോഴായിരിക്കും. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. ശരിക്കും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ പറ്റുക ആ കുട്ടികളുടെ കൂടെ കളിച്ച പ്രവാചകൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു സ്വഹാബി വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയായ ഉമാമയെ തന്റെ പുറത്തിരുത്തിയിട്ട് ഇങ്ങനെ കളിക്കാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പേരക്കുട്ടികളുണ്ട്? നബിക്ക് എത്ര മക്കളുണ്ട്? നബിന്റെ മക്കളുടെ പേരൊക്കെ എന്താ? ഫാത്തിമ. കുറച്ച് ടഫ് ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. ഇബ്രാഹിം, ഖാസിം, 3 ആയിട്ടുണ്ട്. വരട്ടെ. 3 ആൺകുട്ടികളുണ്ട്, 4 പെൺകുട്ടികളുണ്ട്. ആരൊക്കെയാണത്? പെൺകുട്ടികൾ സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഓക്കെ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഇതാണ് 4 പെൺകുട്ടികൾ. ആൺകുട്ടികളോ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളെ നോക്കിക്കഴിഞ്ഞാലോ ഹസൻ, ഹുസൈൻ അല്ലേ? ഇതിന് മുമ്പോ ശേഷോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ നബിക്ക് പേരമക്കളുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹക്ക് അലി എന്ന് പറയുന്ന കുട്ടിയുണ്ട്, ഉമാമ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. റുഖിയ ബീവിക്ക് അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയുണ്ട്. ഉമ്മു കുൽസൂമിന് മക്കളില്ല. ഫാത്തിമ ബീവിക്ക് ഹസൻ ഉണ്ട്, ഹുസൈൻ ഉണ്ട്, മുഹ്സിൻ ഉണ്ട്, സൈനബ് ഉണ്ട്, ഉമ്മു കുൽസൂം ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര ആളുകൾക്ക് ഈ ഒരു ധാരണ ഉണ്ട്? ആകെ ഹസൻ, ഹുസൈൻ ഈ പേരിൽ മാത്രമാണ് ഒതുങ്ങാറുള്ളത്. മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിമ. ഇതാ ഒരു കാര്യം കൂടി അതിൽ തെളിയിച്ചു തരാം. നബിന്റെ മരുമകന്റെ പേരെന്താ? എല്ലാവരും, ഞാനിത് ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിരിക്കണ്, എല്ലാവരും പറയാം അലിയാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന് മുമ്പ് എന്തുകൊണ്ടും സ്ഥാനമുള്ള മറ്റൊരാളുണ്ട്. ആരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 പ്രകാശമുള്ള ആൾ എന്ന് പറഞ്ഞത്. ആദ്യം റുഖിയ ബീവിനെ കല്യാണം കഴിച്ചു, പിന്നെ റുഖിയ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ അഭിപ്രായ പ്രകാരം 1ാം സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്, പിന്നെ ഉമറിനാണ്, പിന്നെ ഉസ്മാനാണ്, പിന്നെ അലിക്കാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മൾ ചില പേരുകളിൽ മാത്രം കെട്ടിവെക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഷിയ സ്വാധീനം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാട്ടത്. ഷിയാക്കളുടെ സ്വാധീനം, അതായത് മക്കൾ എന്ന് പറയുമ്പോൾ ഫാത്തിമയിൽ മാത്രം ചുരുങ്ങുന്നു, പേരമക്കൾ എന്ന് പറയുമ്പോൾ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിൽ മാത്രം ചുരുങ്ങുന്നു, മരുമകൻ എന്ന് പറയുമ്പോൾ അലിയിൽ മാത്രം ചുരുങ്ങുന്നു. ഈ ഒരു പേരുകളിൽ മാത്രമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അതിനു മുമ്പും ശേഷം ഒക്കെ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാറില്ല, ചർച്ച ചെയ്യാറില്ല, പറയാറില്ല. എന്നാൽ അവർക്കൊക്കെ സ്ഥാനമുണ്ട് കേട്ടോ. ഈ പറഞ്ഞവർക്കൊക്കെ സ്ഥാനമുണ്ട്, സ്ഥാനമില്ല എന്നല്ല. ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളാവട്ടെ, മറ്റു മുമ്പുള്ളവരാവട്ടെ, ശേഷമുള്ളവരാവട്ടെ, അവർക്കൊക്കെ എന്തുണ്ട്, സ്ഥാനമുണ്ട്. ഏതാണ് ഞാൻ പറഞ്ഞു വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയായ ഉമാമ ഇങ്ങനെ പുറത്തിരുത്തിട്ട് കളിക്കണം. അപ്പോഴാണ് ഒരു സ്വഹാബി ഇങ്ങനെ വരുന്നത്. ആ സ്വഹാബി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നീ കയറിയ വാഹനം എത്ര നല്ല വാഹനാന്ന് പറഞ്ഞു. നബി ഇങ്ങനെ ആന കളിക്കണേ, പുറത്തിരുത്തിട്ട് ഇങ്ങനെ കളിക്കണം. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടി ഉണ്ട്. വാഹനം മാത്രമല്ല, വാഹനത്തിലുള്ള യാത്രക്കാരനും ഉഷാറാണ്. നമ്മൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്ക്. ശരിക്കും നമ്മൾ സൈക്കോളജി ഒക്കെ പറയുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു സ്ട്രോക്ക് പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒരു പരിഗണനയാണ്. ഇനി ഇതേ കാര്യം നമ്മളൊന്ന് ആലോചിക്കും. നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ കുട്ടീനെ ഇങ്ങനെ പുറത്തിരുത്തി, എന്താ വാപ്പി മകരൊക്കെ ഒന്ന് ഫുള്ള് കളിയിലാണല്ലോ. ഉടനെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ഒരു
ബാക്കി ഒരു തൊഴിലും തരുന്നില്ലേ അല്ലെ? അതാണ് നമ്മൾ പറയാം. ബാക്കി നമുക്ക് പൂരിപ്പിക്കണില്ല. നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതോ പോസിറ്റീവായിട്ട്. ഞാൻ മാത്രമല്ല, വാഹനം മാത്രമല്ല, വാഹനത്തിലുള്ള യാത്രക്കാരന് ഉഷാറാണ്. ആ ഒരു പ്രയോഗം പിന്നീട് ആ കുട്ടീനെ എന്ത് ചെയ്യേണ്ടതില്ല, മാറ്റിങ്ങനെ നീ നല്ലതാണെന്ന് പറയേണ്ടതില്ല. ഒട്ടുമിക്ക ആളുകളും ഈ ഒരു വിഷയത്തിൽ പരാജയമാണ്. അപ്പൊ ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടി ഇങ്ങനെ വന്നപ്പോ അവനോട് പറഞ്ഞു, പിന്നെ ഇവനൊന്ന് ഉപദേശിക്കണം. ഒട്ടുമിക്ക രക്ഷിതാക്കളുടെ ഒരു സ്വഭാവമാണത്. എന്ത്? വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഉപദേശിക്കാം, മക്കളെ ഉപദേശിക്കാനായി പറയുന്നത്. അപ്പൊ ഒന്ന് ഉപദേശിക്കണം. ഇവർ കുറച്ചൊരു കളി കൂടിയിട്ടുണ്ട്, മാർക്കൊക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ടാണ്. അപ്പൊ ഈ കുട്ടി ശരിക്കും എൻ്റെ മുഖത്തേക്കൊരു ദയനീയമായൊരു നോട്ടം നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടല്ലോ, നല്ല ഉഷാറാണല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് പുറത്ത് തട്ടി ഓൻ അങ്ങനെ പോയി. ഈ കുട്ടി പോയപ്പോ ഈ രക്ഷിതാവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പിന്നെ ഓൻ ക്ലാസ്സിൽ ഫസ്റ്റ് ഒക്കെ തന്നെയാണ്, പിന്നെന്താ വെച്ചാൽ കുറച്ച് കളി കൂടിയിട്ടുണ്ട്, അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറയലായിരുന്നോ നല്ലത്, അതല്ല എൻ്റെ മുന്നിൽ പറയണത് എൻ്റെ മോനാണ്, അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ, നല്ല ഉഷാറാണ്, ഇതിലേത് പറയലാ നല്ലതെന്ന് വെച്ചു. ശരിക്കും ഏത് പറയലാ നല്ലത്? നിങ്ങളെ അഭിപ്രായത്തിൽ ഏതാ? അങ്ങനെ ഇപ്പം ഒന്ന് ഉപദേശിക്കുമ്പോൾ കുറച്ച് പ്രശ്നമാണെന്ന് പറയലാണോ, അതല്ല ഇപ്പം നല്ല ഉഷാറാണെന്ന് പറയലാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികളായതുകൊണ്ട് ഒരാളങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളത്, ഒരാളങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് പറയാന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മക്കളുടെ കാര്യത്തിലെങ്കിലും നമ്മൾ ഒഴിവാക്കണം. അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം മനസ്സിലാക്കുക. മക്കളുടെ നന്മ അത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു. മക്കളുടെ നന്മ എല്ലാവരോടും പറയാം. തിന്മ നിങ്ങൾ ഒരാളോടും പറയണ്ട, നേരെ തിരിച്ചുണ്ടാകും. കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പോരായ്മ കണ്ട അതെല്ലാവരോടും പറയും. എൻ്റെ മോനുണ്ടല്ലോ, ഒന്ന് നന്നാക്കണം, ഓനെ ഞാനൊന്ന് വന്ന് ഇവിടെ കൊണ്ടാക്കാൻ നിൽക്കണം, അവിടെ കൊണ്ടാക്കാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറയും. നമ്മുടെ കുട്ടി ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ചെറിയ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാവരോടും പറയണം. അത് ആ കുട്ടിനെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, പറഞ്ഞു മോശമാക്കാനല്ല, മറിച്ച് അവന്റെ നന്മകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇവിടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല എന്ന നിലക്കും അതേപോലെ തന്നെ മറ്റു ചില ആളുകളുടെ ഖൗല എന്ന നിലക്കും പറയാറുണ്ട്, 3 ഏടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കിട്ടിയതാണ്. 3 ഏടുകൾ. ആദ്യത്തെ 7 വയസ്സുവരെ കുട്ടിയുടെ കൂടെ കളിക്കുക. പിന്നത്തെ 7 വയസ്സ്, അതായത് 7 മുതൽ 14 വയസ്സ് വരെയുള്ള സമയമാണെന്ത്? അവർക്ക് അദബുകൾ പഠിപ്പിക്കേണ്ടത്. പിന്നെ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണെന്ത്? അവരുടെ സുഹൃത്തായി നിൽക്കേണ്ടതാണ്. ഇതിൽ പല ആളുകളും പരാജയമാണ്. ഞാൻ പറയണെങ്കിൽ ക്ലിയർ ഇല്ലേ? ഓക്കെ അല്ലേ? റെഡിയാണ്? ഇത്രയും മനസ്സിലായി? നമ്മളുടെ ഒരേ ഇരുത്തിരിക്കുമ്പോഴേ കുറച്ച് നേരമായി, ഇപ്പോൾ 1 മണിക്കൂറിലേറെയായി ഒരേ ഇരുത്തിരിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ? കുറച്ചുകൂടി പറയട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കാം. 7 വയസ്സ് വരെ കുട്ടിന്റെ കൂടെ നമ്മൾ കളിക്കണം. നമ്മൾ ആകെ ഒരു 3 വയസ്സ് വരെ 4 വയസ്സേക്കല്ലേ കുട്ടിക്ക് പിന്നെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കുട്ടിന്റെ പോലെ പിന്നെ നമ്മൾ പരിഗണിക്കണമെന്നല്ല. ആ കുട്ടിയുടെ പഠനം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കുട്ടിയുടെ കൂടെ ഇരിക്കാനോ കളിക്കാനോ റെഡിയാവാത്തൊരവസ്ഥയാണ് പലരിലും കാണാറുള്ളത്. ഇനി 7 വയസ്സായാലോ അപ്പോഴൊന്നും അദബ് പറഞ്ഞു കൊടുക്കണം. ഒക്കെ കഴിഞ്ഞ് ആ കുട്ടി ആകെ പിടുത്തം വിടുമ്പോഴാണ് പിന്നെ നിങ്ങൾ ഇവനൊന്ന് ഉപദേശിക്കണം, നിങ്ങൾ ഇവനോടൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പലരും വരാറുണ്ട്. ഞാൻ ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ 14 വയസ്സ് കഴിഞ്ഞാൽ അകറ്റി നിർത്തല്ല, ചേർത്ത് നിർത്താൻ വേണ്ടത്. നിങ്ങൾ 14 വയസ്സിന് ശേഷമുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കണേ, അവരെല്ലാവരും ഒരു ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അവർക്കൊരു ടീമുണ്ടാകും. ആ ടീമിനനുസരിച്ചുകൊണ്ടാണ് അവരെ സെറ്റ് ചെയ്യപ്പെടുന്നത്. ആ ടീമിനനുസരിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ മാറും, അവരുടെ ആഗ്രഹങ്ങൾ മാറും. സാധാരണ നമ്മളോട് പണ്ടൊക്കെ എനിക്ക് അതാവണം, എനിക്ക് ഇതാവണം എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ പിന്നെ ഈ ഒരു ടീമിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാളാണ്. ഈ വുഡ്ലാൻഡ് എന്നൊക്കെ പറയാൻ തുടങ്ങും. മനസ്സിലായില്ല? അതായത് അവന് പിന്നെ അവന്റെ ഷൂ അത് ഇന്നതായിരിക്കണം, അവന്റെ ഡ്രസ്സ് ഇന്നതായിരിക്കണം, അവന്റെ ഗ്ലാസ് ഇന്ന കമ്പനി ആയിരിക്കണം.
ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടാവും, ഒക്കെ വേറെ വേറെ രൂപത്തിലായിരിക്കും പറയുക. അതിലേക്ക് അവരിങ്ങനെ മാറ്റി നിർത്തപ്പെടും. അവിടെയാണ് 14 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളെ നിങ്ങൾ മാറ്റി നിർത്തല്ല വേണ്ട, ചേർത്ത് നിർത്താൻ വേണ്ട. ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു വിരോധത്തോടു കൂടിയായിരിക്കും ചിലപ്പോഴൊക്കെ ഉണ്ടാകുക. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ നോക്കണം. അതല്ലെങ്കിൽ 14 വയസ്സിൽ വിട്ട് പോയാൽ പിന്നെ ആ കുട്ടി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. എല്ലാ രക്ഷിതാക്കളും പറയാറുള്ള ഒരു പരാതിയാണ്, ഒരു 8ാം ക്ലാസ് വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 8ാം ക്ലാസ്സിലേക്ക് ആ ഒരു സ്കൂളിലേക്ക് പോയപ്പോൾ, ആ ഹൈസ്കൂളിൽ പോയപ്പോൾ ഇപ്പം മോശമായി, അല്ലെങ്കിൽ +1 ചേർന്നപ്പോഴാണ് ഇപ്പം മോശമായതെന്ന് പറയാം. അല്ലെ, കേട്ടിട്ടില്ലേ? ഉണ്ടോ? അല്ലേ, ഉണ്ട്. അതാ സ്കൂളിന്റെ പ്രശ്നമല്ല, അവന്റെ അവന്റെ മറ്റുള്ള ആളുകളുടെ പ്രശ്നമല്ല. മറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ അവന്റെ പ്രായത്തിന്റെ പ്രശ്നമാണ്. എന്താണ് ഈ പ്രായം? നമ്മൾ പറയും അഡോളസൻസ് എന്ന് പറയും. അതായത് നമ്മൾ കൗമാരത്തിലേക്ക് കിടക്കും. നമ്മൾ ആ ഒരു പ്രായത്തിലെത്തുമ്പോൾ കുട്ടിയുടെ ശബ്ദം മാറുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആരാ പറഞ്ഞത്? അത് നിങ്ങളെ മോൻ തന്നെ, ഓന്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്ന പറയും അല്ലെ ഭാര്യ. അപ്പോഴേ ഓൻ വലുതായില്ലേ എന്ന് പറയും. സൗണ്ട് മാറും, പിന്നെ മീശ വരാൻ തുടങ്ങും, പിന്നെ ശരീരം കുറച്ചുകൂടി കരുത്ത് വരുന്ന രൂപത്തിലേക്ക് ഒരു മുതിർന്ന ഒരാളായി മാറും. നിങ്ങൾ ഹോർമോണിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പ്രകടമായി ആ കുട്ടിയിൽ കാണുന്നുണ്ടോ അതിലേറെ വലിയ മാറ്റമാണ് ആ കുട്ടിയുടെ ആന്തരികമായിട്ടുള്ള മാറ്റം. ഞാൻ പറഞ്ഞ ക്ലിയറാണ്. പ്രകടമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് മീശ വരുന്നത്, സൗണ്ട് മാറുന്നത്, ശബ്ദം കലക്കുന്നത്, താടി വരുന്നത്, രോമം മുളക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എങ്കിൽ അതിലേറെ വലിയ മാറ്റം അവന്റെ ആന്തരികമായിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ സ്വന്തത്തെ അറിയാത്തൊരു സമയമാണ്. ഇപ്പൊ പ്രസവിച്ചൊരു കുട്ടിയില്ലേ, ആ പ്രസവിച്ച കുട്ടിയോടാണ് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ സൈക്കോളജി പ്രകാരം എണ്ണപ്പെടുന്നതാണ്. എന്താ കാരണം? അവർക്ക് തിരിച്ചറിവ് കുറവായിരിക്കും. അതായത് അതുവരെ നമ്മൾ ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ വലുതാണോ ചെറുതാണോ എന്ന് അറിയാത്തൊരവസ്ഥ. ഞാനിത് എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കുട്ടികൾക്ക് കുറച്ച് മുട്ടായി കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കണ നിങ്ങളെ മോൻ വന്നു എന്ന് വിചാരിച്ചോ. ഉടനെ നമ്മളെന്താ പറയാ, ഇത് കുട്ടികൾക്കുള്ളത്, അപ്പൊ ഇവിടുന്ന് ഇതൊക്കെ വലുതേക്കണപ്പോ അല്ലെ. അതിന്റെ പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും കൊടുന്നു കൊടുത്തു. ആ സമയത്ത് വേറെ എന്തെങ്കിലും കൊടുന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വലിയ ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ വലിയ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവൻ എവിടെ, എനിക്കെവിടെ, ഇജ് വലിയ ആളാ, ഇജ് കുട്ടിയാ പോടുന്ന പറയും. അത് സത്യത്തിൽ ഓൻ വലുതാണോ ചെറുതാണോ എന്നുള്ളൊരു സംശയം ഓൻക്കനുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കൗമാര പ്രായത്തിലേക്ക് എത്തുന്ന കുട്ടിയെ വാപ്പമാരോടാണ് പറയണത്, ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിച്ച് അവന്റെ തോളിൽ കൈയിട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനോളം അവനെ പിടിച്ചു നിർത്താൻ വേറൊന്നുമില്ല. വേറൊന്നും വേണ്ട, ഒരു പണ്ഡിതന്റെ ക്ലാസ്സും വേണ്ട, ഒരു കൗൺസിലിംഗും അവിടെ ആവശ്യമില്ല. നിങ്ങൾ ചേർത്ത് നിർത്തിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ എല്ലാ കാര്യങ്ങളോടും പറയും. നിങ്ങളോട് ഇങ്ങനെ അറിയിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഓക്കെ, ഞാനിവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാണ്. നമ്മൾ ഈ പ്രോഗ്രാം നടത്തിപ്പിലേക്ക് ഒരു സാമ്പത്തിക സഹായം പറഞ്ഞിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് കൊടുക്കുക. അതിൽ ചേർത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഇവിടെ ഒരു സെന്റർ വരുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നടത്തുന്ന ഒരു സെന്ററാണ്. ഞാനതിൻ്റെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നടത്താൻ പറ്റും എന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ വലിയ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണല്ലോ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വലിയൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതോടൊപ്പം നമ്മളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം, നിങ്ങൾ ആലത്തൂര് പള്ളി കേട്ടിട്ടുണ്ടോ? ഒരു വന്നിട്ടുണ്ട്, അവർക്ക് അറിയാൻ പറ്റും. അതായത് ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ്, അത് കഴിഞ്ഞ റമദാന്റെ തൊട്ട് മുമ്പുള്ള റമദാൻ, ഞാനൊരു അനുഭവം പറയുന്നിട്ട് ഞാൻ അതിലേക്ക് വരാട്ടോ. ഒരു ചെറിയൊരു കാര്യം പറയാനാണ്. അതായത് കഴിഞ്ഞ റമദാന്റെ തൊട്ട് മുമ്പുള്ള റമദാൻ, അന്ന് ഞാനിങ്ങനെ മിമ്പറിൽ നിന്നിട്ട് ഇങ്ങനെ ഖുത്ബ പറയുമ്പോൾ എനിക്കിങ്ങനെ കാണാൻ പറ്റും. ആൾക്കാരിങ്ങനെ പള്ളിയിലേക്ക് വരുന്നു,
എന്നിട്ട് പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകും. പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകാം. നമ്മൾ പള്ളിയുടെ പുറത്തൊരു ഷെഡ് കെട്ടി 9 സെഫ് എന്നിട്ടും ആളുണ്ടാവും. 9 സെഫ് പിന്നെ ആള് എന്നിട്ടും നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ പോകാം. അപ്പൊ പിന്നെ എന്ത് വെച്ചാൽ ആളുകൾക്കിടയിൽ അതിങ്ങനെ ഇവിടെ വന്നാൽ എന്ത് ചെയ്യൂല, സ്ഥലം കിട്ടൂല എന്നുള്ളൊരവസ്ഥ എത്തി. നമ്മൾ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന്, ഞാനത് പറയാനാണ് ഇത്രയും വിശദീകരിച്ചത്. പെരുന്നാളിൻ്റെ അന്ന് ഖുതുബ കഴിഞ്ഞു. ഖുതുബയിൽ ഏകദേശം ഒരു 400-ലധികം ആളുകൾ അവിടെ വന്നു. അതിൽ പല ആളുകളും അന്ന് നമ്മളൊരു ഒരു പെരുന്നാൾ ആശംസ കൈമാറുന്ന സമയത്ത് അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പള്ളിക്ക് വരണമെന്നുണ്ട്, പക്ഷേ നേരത്തെ വന്നിട്ടില്ലെങ്കിൽ അവിടെ സ്ഥലം കിട്ടൂല, അതുകൊണ്ടാണ് പലപ്പോഴും നേരം വൈകും അങ്ങോട്ട് വരാത്ത കിട്ടില്ല എന്നാണ്. അന്ന് തന്നെ ഞാൻ അതിൻ്റെ നമ്മുടെ ഭാരവാഹികളായ ആളുകളോട് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്ന് വേഗം പള്ളിയിലേക്ക് വരും, അർജന്റായിട്ട് നമുക്കൊരു മീറ്റിംഗ് കൂടാണ്. അന്നൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ നമ്മൾ എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളി നമുക്കൊന്ന് പുനർനിർമ്മിക്കാം, അത് കുറച്ചും കൂടി ഒന്ന് വികസിപ്പിക്കാൻ. അവിടെ ഇരുന്ന ആളുകൾ കൂടിയിട്ട് അന്നൊരു ഓഫർ പറഞ്ഞു. ഏകദേശം ആ സമയത്ത് മാത്രം 28 ലക്ഷം രൂപ അവിടെ ഓഫർ പറഞ്ഞു. 28 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആലത്തൂർ എന്ന് പറഞ്ഞ വലിയ പൈസക്കാരുള്ള നാടാണ്. ഒക്കെ സാധാരണക്കാരാണ്, എല്ലാവരും സാധാരണക്കാരാണ്. പക്ഷേ അവിടെ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ പൈസ എടുക്കുക എന്നുള്ളതല്ല, പൈസ എടുക്കുന്നതോടൊപ്പം നമ്മുടെ കെയർ ഓഫിലുണ്ടാവും, നമ്മുടെ പരിചയത്തിൽ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകളോട് നിങ്ങളൊരു പള്ളിൻ്റെ ഒരു ആവശ്യം, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് നമ്മൾ വാങ്ങുക, അതിൻ്റെ റെസിപ്റ്റ് കൊടുക്കുക. ഇത് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ഒരാൾ ഞാൻ 2 ലക്ഷം പിരിക്കാം, ഞാൻ 3 ലക്ഷം പിരിക്കാം, ഞാൻ 10 ലക്ഷം പിരിക്കാം, ഇങ്ങനെ ഏകദേശം 1.5 കോടി രൂപയുടെ പ്രൊജക്റ്റായിരുന്നത്. അതിൽ വലിയ ഒരു ഭാഗം ഇവരിങ്ങനെ എന്ത് ചെയ്തു, അവിടുത്തെ ആളുകളെ കൂട്ടിയിട്ട്, അത് നമ്മളോടുമായിട്ട് സഹകരിക്കുന്നവരുണ്ട്, സഹകരിക്കാത്തവരുണ്ട്. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കോണ്ടാക്ട് ലിസ്റ്റ് എന്നുള്ളത് വലുതാണ് അല്ലെ. ഇതിൽ എന്തായാലും ഒരു 1000 ആൾക്കാരെങ്കിലും നമ്മുടെ ഫോണിലുണ്ടാവും. അതിലൊരു 500 ആളെങ്കിലും നമ്മുടെ ദീനുമായി ബന്ധപ്പെടുന്നവരുണ്ടാവും. അതിലാരാവട്ടെ ഒരു ദീനിയായ ഒരു സംരംഭത്തിനാണ് നിങ്ങളൊരു 100 റുപ്യ തരൂ എന്ന് ചോദിച്ചാൽ അവർ തരാൻ കഴിയുന്നവരാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ മനസ്സിലുണ്ടാവണം, നമുക്ക് പറയാൻ കഴിയണം. ഞാൻ മരിച്ചു കഴിഞ്ഞാലും, അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മുടെ ഇവിടെ മറ്റു സെന്ററിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇവിടെ വന്നിരുന്നതും മീറ്റിംഗ് കൂടിയാണ്. അവിടെയൊക്കെ ഓരോ നിസ്കാരം നടക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഓഹരി ഉണ്ടല്ലോ അല്ലെ, അത് തുടങ്ങിയ ആളുകൾക്ക് ഉണ്ടോ അല്ലേ, എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ആ തുടക്കക്കാർക്ക് ഉണ്ട്. മിഫ്താഉൽ ഖൈർ എന്ന് അതിന് പറയാം. ഖൈറിന്റെ തുടക്കക്കാർ, താക്കോലുകളായിട്ട് നമ്മൾ മാറുക. അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണം. അതെല്ലാം നമുക്ക് എല്ലാ കാര്യം നമ്മൾ ഏറ്റെടുക്കാനൊന്നും കഴിയൂല. പക്ഷെ ചിലതൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, ഒരു പക്ഷെ സ്റ്റാറ്റസ് വെച്ചാൽ തന്നെ ആളുകൾ തരും. ഒന്ന് സ്റ്റാറ്റസ് വെച്ചാൽ തന്നെ എന്ത് ചെയ്യും ആളുകൾ, ചിലപ്പോ അന്ന് എൻ്റെ വക അതിനെ തരാട്ടില്ലേ. പക്ഷെ നമ്മൾ പറയണം ഇന്ന ആവശ്യത്തിനാണ്, അത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾ. അതിന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഏറ്റെടുക്കണം എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും എളുപ്പത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, KL 40C8237 ബ്ലാക്ക് ഐറ്റം എൻ്റെ ഉടമസ്ഥൻ ആരാന്ന് വെച്ചാൽ ഒന്ന് പുറത്തേക്ക് ചെല്ലണം, അവിടെ വേറെ വണ്ടി മാറ്റി കൊടുക്കാൻ. ഓക്കെ, നമ്മൾ 10 കാര്യം പറയണ്ട്, 3 കാര്യം ആയിട്ടുള്ളേ. 4-മത്തെ കാര്യം എന്താ? ഏതൊക്കെ 3 കാര്യങ്ങളൊന്ന് പറയാമോ? എനിക്കിത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ. അതായത് ഇങ്ങനെ അതൊരു പ്രസംഗ ശൈലിയിലേക്ക് പോകണ്ടോ എന്നുള്ളൊരു പേടിയില്ലേ. ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് ഓരോരുത്തരും അടുത്തെന്ന് പറയാൻ പറ്റുക. ഓക്കെ, പറയും ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. 2 പോയി എന്നാ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. 3 കുട്ടികളുടെ കൂടെ കളിക്കാൻ സമയം കണ്ടെത്താം. 4-മത്തെ കാര്യമാണ് മര്യാദകൾ പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീന് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. ഈ മര്യാദകൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ 2-3 തരത്തിൽ നമുക്ക് പറയാം. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി മേലാൽ മര്യാദക്ക് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പറയാം.
അല്ലെങ്കിലോ നമുക്ക് അവിടെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യും. ഒരു ചെറിയൊരു കാര്യം ചെയ്യിക്കണം. നിങ്ങളെ കുട്ടി ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പള്ളിയിലേക്ക് എടാ പള്ളി പോടാ എന്ന് പറയലാണോ നല്ലത്? നിങ്ങൾ വധു എടുത്ത് വന്ന് ഡ്രസ്സ് മാറി വണ്ടിന്റെ താക്കോൽ എടുത്തിട്ട് പോവല്ലേ, നമുക്ക് പള്ളി പോയില്ലേ? ഇതിൽ ഏറ്റവും നല്ലത് ഏതാ? രണ്ടാം. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. എല്ലാ വിഷയത്തിലും നിങ്ങൾ കൂടെ നിൽക്കണം. നമ്മൾ കൂടെ നിന്നുകൊണ്ട് കുട്ടിനോടൊരു കാര്യം പറയുമ്പോൾ ഒരു പരിധി വരെ കുട്ടി അതിന് റെഡിയാകും. അപ്പൊ എല്ലാ മര്യാദകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾക്ക് മര്യാദ പഠിപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു, നബിയുടെ വീട്ടിലാണ് ഉമർ ബിൻ അബി സലമ ജീവിക്കുന്നത്. അതായത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അവരുടെ മക്കളെയും ഏറ്റെടുത്തു. ആ മക്കള് നബിന്റെ വളർത്തു മക്കളായിട്ട് ജീവിക്കണം. അതിൽപ്പെട്ട ആളാണ് ഈ ഉമർ. ആ ഉമർ എന്ത് ചെയ്തു വെച്ചാല് നബിക്ക് ഭക്ഷണം വിളമ്പി വേറുള്ള ആൾക്കാരും വരുന്നുണ്ട്. കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ കൈയിടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഗുലാം സമ്മില്ല കുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്. മോനെ, നീ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല പറയാം കേട്ടോ. വലത് ഭാഗത്ത് കഴിക്കണം, നിന്റെ അടുത്തുനിന്ന് കഴിക്കണേ. ഒരു ഉപദേശം കൊടുക്കണം. അത് ഒരു ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് കൊടുക്കുന്നത്, അല്ലാതെ കുറേ അങ്ങോട്ട് പറയല്ല. ഏറ്റവും സിമ്പിളാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ ഒരു വ്യക്തിയുടെ ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ചരിത്രം കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയായിട്ടാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ മുടിയാകട്ടെ നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അയാളങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയുന്നത്, അദ്ദേഹം എന്ത് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ വസ്ത്രം ഒന്ന് ഉയർത്തിയെടുക്കുകയും അദ്ദേഹത്തിന്റെ മുടി ഒന്ന് വെട്ടുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നുകൂടി ഉഷാറാകുമായിരുന്നു. ഹദീസ് കേട്ടോ. ഇത് പറഞ്ഞതും ആ മനുഷ്യൻ ഇത് കേട്ടു. വേറൊരാൾ പറഞ്ഞിട്ട് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു. അയാൾ വേഗം പോയിട്ട് അയാളുടെ വസ്ത്രമൊക്കെ വെട്ടി അതേപോലെ തന്നെ അയാളുടെ മുടിയും വെട്ടി ഒക്കെ റെഡിയായിട്ട് നബിന്റെ അടുത്ത് വന്നു. നബി ഇങ്ങനെ പോരെന്ന് വെച്ചു. അതാണ് ഒരാളെ മാറണം എന്നുള്ളൊരാഗ്രഹത്തിൽ, മാറ്റണം എന്നൊരാഗ്രഹത്തിലുള്ള പെരുമാറ്റം. നമ്മളെന്താണെന്ന് വെച്ചാൽ പൊതുവേ വിമർശനങ്ങൾ മാത്രം ഉണ്ടാക്കണം. വിമർശനങ്ങൾ അങ്ങനെയല്ല ഒരു വിശ്വാസി, മറിച്ച് മര്യാദകൾ പഠിപ്പിക്കുന്ന രൂപമാണ് ഉണ്ടാവേണ്ടത്. അഞ്ചാമത്തെ കാര്യമാണ് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത്. മക്കൾക്ക് ചിലതിനൊക്കെ എന്തുണ്ട്? സ്വാതന്ത്ര്യം. എന്തിനൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത്? എന്തിനൊക്കെ സ്വാതന്ത്ര്യം ഉള്ളത്? സത്യം പറഞ്ഞാൽ ഒന്നിനുമില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എന്റെ വീട്ടിലെല്ലാത്തിനും സ്വാതന്ത്ര്യം. സോഫന്റെ മുകളിൽ കയറാൻ പറ്റുമോ? അല്ല, കയറി നിൽക്കാൻ പാടില്ല. ബെഡിന്റെ മുകളിൽ കിടക്ക, ചാടി കളിക്കാൻ പാടില്ല. പിന്നെ എഴുതാൻ ബുക്കിലിരുന്ന് എഴുതിക്കോട്ടെ, ഇതിന് പറ്റൂല. ഇതിലേതാ സ്വാതന്ത്ര്യം? ഏതാ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കുട്ടിനെ പിടിച്ചിട്ട് സോഫയിലാക്കണമെന്നോ അല്ലെങ്കിൽ അവന് ബെഡിൽ കളിച്ചോട്ടെ എന്ന് പറയണോ എന്നൊന്നല്ല. പക്ഷെ ചിലരൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. എല്ലാത്തിലും കേറിയിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ ഉപദേശം കൊടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. നിങ്ങൾ അവിടെ ചെന്നു. ആ ചെന്ന സമയത്ത് തന്നെ അയാൾ ഇന്നെന്താ കുറച്ച് നേരം വൈകില്ലേ? നമ്മളിങ്ങനെ ആ ഡോർ ഇങ്ങനെ തുറക്കുന്ന സമയത്ത്, അല്ല ഇതിപ്പോ എത്ര കാലമായിട്ട് ഇപ്പൊ തുറക്കാൻ അറിയില്ല, ഇതൊന്നും ഇങ്ങനെയല്ലേ തുറക്കുക? നമ്മളാ ക്യാബിൽ ഇരിക്കുന്ന സമയത്ത് വല്ലാതെ ചാരി ഇരിക്കണ്ട. ചിലപ്പോ അത് അങ്ങോട്ട് നീങ്ങിപ്പോവും. ആ ലൈറ്റ് ഇടുന്ന സമയത്ത് എപ്പോഴും ലൈറ്റ് ഇടല്ലേ, ഇപ്പൊ പകലല്ലേ. ഫാൻ ഇടുന്ന സമയത്ത് അല്ല ഇപ്പൊ ചൂടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ എല്ലാത്തിലും കയറി നിങ്ങളോട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് എന്താ തോന്നുക? നല്ലൊരു മനുഷ്യൻ എന്ന് തോന്നുമല്ലേ? നിങ്ങൾ പറയും. നിങ്ങളാ പറയണ്ടേ. നിങ്ങൾ ഇയാളപ്പം എങ്ങനെ നിൽക്കാൻ നോക്കും അല്ലേ? എന്നാൽ ഇതേപോലെയാണ് നമ്മൾ ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോഴത്. ഭാര്യ ചായ ഉണ്ടാക്കുമ്പോൾ അതായത് അവിടെ വീണു അത് ഫുള്ള് വൃത്തിയാക്കിക്കാം. ഇതെന്തങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും കയറി അഭിപ്രായം പെടുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അതത്ര നല്ലൊരു കാര്യമല്ല.
അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളുടെ വിഷയത്തിലും. A to Z നമ്മൾ ഇടപെടേണ്ടതില്ല, കുറച്ച് കാര്യങ്ങൾ ഇടപെടാം. ചിലതൊക്കെ മൗനമാണ് നല്ലത്, കണ്ണ് ചിമ്പലാണ് നല്ലത്. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ കണ്ണ് ചിമ്മുക. ചിലതൊക്കെ അവർക്ക് എന്ത് ചെയ്യട്ടെ, അവര് കുറച്ച് ഒരു പ്രായമല്ലേ, നമ്മളിങ്ങനെ വല്ലാതെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഞാൻ ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു മദ്രസയിൽ പാരന്റിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങളൊന്ന് പറയുന്നത്. എല്ലാവരും പ്രശ്നം പറയാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരാൻ തുടങ്ങി ഓരോ പ്രശ്നങ്ങൾ. നമ്മളൊക്കെ എല്ലാ പ്രശ്നവും കേട്ടു. ഇനി ഒരു ചെറിയൊരു കാര്യം, ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ കുട്ടിന്റെ ഈ പ്രായത്തിൽ ചെറുപ്പത്തിൽ ചെയ്യാത്തൊരുന്ന് കൈവന്തിക്ക് വെച്ചു. മനസ്സിലായില്ല? അവര് കുട്ടികളെ കുറെ പ്രശ്നങ്ങൾ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. അപ്പൊ എന്താ തോന്നിയത്? നമ്മള് കുട്ടിയല്ലേ, എന്നാ കുട്ടികളായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റും. നമ്മൾ കുട്ടിയായിട്ട് ചിന്തിക്കുക. ചില കാര്യങ്ങൾ കുട്ടികൾ ആ മേശ അങ്ങോട്ട് വലിക്കും, ചില സമയത്ത് ആ ലൈറ്റ് ഇടും, ചിലത് അവരെ തട്ടി വീഴ്ത്തും. എന്തുകൊണ്ടാ? അവര് കുട്ടിയാണ്. അപ്പൊ മനസ്സിലായല്ലേ? ക്ലിയർ? ഓക്കെ. എന്നാ നമുക്ക് 5 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? സ്നേഹം പ്രകടിപ്പിക്കുക, കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, കൂടെ കളിക്കുക, മര്യാദകൾ പഠിപ്പിക്കുക, സ്വാതന്ത്ര്യം തന്നെ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ചെയ്യാൻ പാടില്ല, കുറച്ച് വേഗത്തിൽ പറയട്ടെ? റെഡി? എന്നാൽ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. എന്താണ് അതിലേക്ക് തോന്നണേ? പരസ്പരം കമ്പയറിങ്. ഒട്ടുമിക്ക രക്ഷിതാക്കളിലും കാണുന്ന ഒരു കാര്യമാണ് താരതമ്യപ്പെടുത്താം. ഞാൻ ആ ഒരു ആപ്പിളിനെ നോക്കിയിട്ട് പറയാണ്, ആപ്പിൾ അണക്ക് ഓറഞ്ചിനെ പോലെ കൂടെ പറ്റുമോ? ഓറഞ്ചാണോ ആപ്പിളാണോ നല്ലത്? രണ്ടും നല്ലതാണ് അല്ലെ? ചില സമയത്ത് നമ്മളോട് ഡോക്ടർ പറയും, നിങ്ങള് എല്ലാ ദിവസവും ഒരു ആപ്പിൾ തിന്നാ മതിയാണ്. ചില അസുഖത്തിന് ചെന്നതിനാ പറയും, ആപ്പിൾ തൊടരുത്, നിങ്ങൾ ഓറഞ്ച് കഴിക്കുക. അപ്പൊ വേണ്ട, ഇപ്പൊ ഓറഞ്ച് ഞങ്ങൾ കഴിക്കണ്ട. രണ്ടും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം? ഓറഞ്ചിനോട് ആപ്പിൾ ആവണം എന്ന് പറയണതോ ആപ്പിളിനോട് ഓറഞ്ച് ആവണം എന്ന് പറയുന്നതോ ശരിയല്ല. എങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ മക്കളുടെ പ്രായത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജ്യേഷ്ഠനോ അനിയനോ അല്ലെങ്കിൽ പിന്നെ ഭർത്താവിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യന്റെ വീട്ടിലോ ഒക്കെ ആയിട്ട് ചില പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. അവരിങ്ങനെ പഠിക്കണ്ടാവും. അവര് പല സമ്മാനങ്ങളും വാങ്ങിയിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ നമ്മളിൽ ആ ഒരു ഉള്ളിലുണ്ടെങ്കിൽ ഇത് ആ കുട്ടി എന്ത് നല്ല കുട്ടിയാണ്, എന്ത് നല്ല ഉഷാറ, എനിക്കുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം, ഒന്നിനും പങ്കെടുക്കൂല, ഒന്നും വാങ്ങൂല, വെറുതെ അങ്ങനെ നടക്കുകയാണെന്നൊക്കെ പറയും. എല്ലാത്തിനും കമ്പയറിങ് നടത്തുന്ന ആൾക്കാർ. ചിലപ്പോൾ അയൽപക്കത്തായിരിക്കും ആ പ്രായത്തിലെ കുട്ടികളുണ്ടാകുക. ഇത് ചെയ്യണം ശരിയാണോ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് നമുക്ക് മനസ്സിലാകും. അതിന്റെ വേദന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം വേണം. ഏറ്റവും സിമ്പിളാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളും കൂടി ഇങ്ങനെ പോണ സമയത്ത് വേറൊരു ഭാര്യയും ഭർത്താവിനെയും കണ്ടു. അപ്പൊ ആ ഭാര്യനെ അതിന്റെ ഭർത്താവ് നല്ലോണം കെയർ ചെയ്യണതായിട്ട് ഇങ്ങനെ കണ്ടു. നല്ല ഇങ്ങനെ ഉഷാറായിട്ട് വെക്കാം. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് റീല് കാണും. ഒരു ഭാര്യനെ ആ പെണ്ണിന്റെ ഭർത്താവ് നല്ലോണം ശ്രദ്ധിക്കണത്, ഓൾക്ക് പലതും വാങ്ങിക്കൊടുക്കണത്. നമ്മുടെ ഭാര്യ ഇങ്ങനെ ചൂണ്ടിയിട്ട് നോക്കി, എന്ത് നല്ല ഭർത്താവാണെങ്കിൽ ഇങ്ങനെ ആവണം. നിങ്ങൾക്ക് എന്താ തോന്നുക? സത്യം പറഞ്ഞാല് എന്നാ തീരുമാനാക്കി തരാം അല്ലേ? അതാണ് പ്രശ്നം. തിരിച്ചു അങ്ങനെ തന്നെ. നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറയാണ് ഭാര്യനോട്, ഭാര്യമാരായത് ഇവളെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കറിച്ചട്ടി തലമക്കെത്തൂലേ? അല്ലേ? എത്തും. എന്നാൽ ഇതേ കാര്യം നമ്മൾ ആയിരിക്കണം നമ്മുടെ മക്കളോട് പറയണത്. അവനെ പോലെയാവണം, അവളെ പോലെയാവണം, ഇവളെ പോലെ പഠിക്കണം, ഇവളെ പോലെ പാടണം. നമ്മളെ കുട്ടിന്റെ കഴിവ് ഒരിക്കലും ആ കുട്ടിക്കില്ല, ആ കുട്ടിന്റെ കഴിവ് നമ്മളെ കുട്ടിക്കില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോലേക്ക് നമ്മളെ കുട്ടിനെ കൂട്ടിക്കെട്ടാനാണ് നോക്കണം. വല്ലാതെ അത് പറയുമ്പോഴേ നമ്മളെ കുട്ടി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അതോടുകൂടി നമ്മൾ നിർത്തും ആ പറയണത്. എന്താണെന്നറിയോ?
നമ്മൾ പറയണം ആ കുട്ടിനെ പോലെയാണ്, ആ കുട്ടിനെ പോലെയാണെന്ന് പറയുമ്പോഴേ നമ്മളിങ്ങനെ പറയില്ല ആ കുട്ടി എന്ത് നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പൊ കുട്ടി പറയാണ് ആ വീട്ടിലത്തെ വാപ്പയായ മതി നിന്റെ വാപ്പ. അത് എന്ത് നല്ല വാപ്പയാ. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്കത് ഫീൽ ചെയ്യോ? അവിടെ നമ്മുടെ ആ ഒരു നമ്മളെടുത്ത എഫേർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഞാൻ എത്ര കഷ്ടപ്പെട്ട് തന്നെ വളർത്തി നിൽക്കുക, എന്നിട്ട് അവർക്ക് ഇന്നെ പറ്റുന്നില്ല അല്ലേ, പല്ലും കടിച്ചിട്ടക്കാരെ പിന്നെന്ത് ചെയ്യാ, നമ്മൾ പറച്ചിലുണ്ടാകാം. അവിടെ നമ്മൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പദങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ചില ആൾക്കാർ പുറത്തത്തെ കുട്ടിയല്ല, സ്വന്തം വീട്ടിലത്തെ കുട്ടി തന്നെ ഉണ്ടാവും. മൂത്ത കുട്ടീനെ രണ്ടാമത്തെ കുട്ടീനെ വെച്ചിട്ട് പറയും. മൂത്ത കുട്ടി നല്ല പഠിക്കും, രണ്ടാമത്തെ ഓനൊരു പൊട്ടനാണ്. ചിലപ്പോ മൂത്ത കുട്ടി തീരെ പഠിക്കുന്നുണ്ടാവില്ല, രണ്ടാമത്തെ ഉഷാറാ, രണ്ടാമത്തോനുണ്ടല്ലോ ഓൻ നല്ല അടിപൊളി, മൂത്തനെ തീരെ പറ്റും. ആ കുട്ടിനെ അതിലും നല്ല നിങ്ങൾ കൊല്ലുക, അതിനടുത്ത് പോയി കൊല്ലണ്ട കേട്ടോ, ഒരു ഇത് പറയാം. അതായത് ആ കുട്ടിനെ ഇല്ലാതാക്കുന്നതിന് തുല്യാണെന്ത്, ഈ പറയപ്പെട്ട രൂപത്തിൽ താരതമ്യപ്പെടുത്തൽ, കമ്പയറിങ് നടത്തൽ ആ കുട്ടിയെ വളരെ മോശമാക്കുന്നതിന് തുല്യാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക. ഈ നെഗറ്റീവ് വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ ഉടൻ എന്താ പറയാ, അന്നെ കൊണ്ടത് കഴിയൂല കേട്ടോ. ഒരു കുട്ടി പാട്ട് പാടാൻ നിൽക്കുമ്പോൾ പാട്ട് പാടുന്നു, അന്നെ കൊണ്ട് കഴിയൂല, ഇവിടെ ഒരു മൂളിപ്പാട്ട് കൂടി പാടാത്ത വെച്ചാൽ ഞാൻ അവിടെ പോയി പാടുന്നത്. കുട്ടി പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് പ്രസംഗിക്ക്, അനക്ക് കഴിയുമോ? വെറുതെ അവിടെ പോയിട്ട് വഷളാവണ്ട. എല്ലാ കാര്യത്തിനും നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. ഒരു കുട്ടി എന്ത് കാര്യം പറഞ്ഞാലും അതിൽ ഉമ്മമാരാട്ടോ മുന്നിൽ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. കുട്ടി പറയണു അന്ന് ഞാൻ അടിച്ചു വരാം, അടിച്ചു വരുന്നത് ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട, ഈ അടിച്ചു വരിക ഒന്നും ക്ലിയർ ആവില്ല. പാത്രം കഴുകാൻ പറയും, പാത്രം കഴുകണ്ട, കഴുകിയാൽ പിന്നെയും ഞാൻ വീണ്ടും ചെയ്യണ്ടേ. ഇങ്ങനെയല്ല, നമ്മുടെ മക്കൾക്ക് ചില ടാസ്കുകൾ കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചില ടാസ്കുകൾ മക്കൾക്ക് കൊടുക്കണം. നമ്മൾ ചെയ്തതിന്റെ പെർഫെക്ഷൻ ഒരിക്കലും അവർ ചെയ്താൽ ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് വന്നൊരു ടൈം ഉണ്ടല്ലോ, അതും ഇപ്പോഴും രണ്ടും ഒരേ പോലെയാണോ? ആണോ? അല്ല. അന്നൊരു ചായ വെച്ച ഒരാളും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പൊ ഉഷാറായിട്ട് നമ്മൾ പല ഭക്ഷണങ്ങളും വെക്കുന്നുണ്ടാവും. എങ്ങനെ ഉണ്ടായത്? നിരന്തരമായ പരിശ്രമത്തിലൂടെ. അന്ന് തന്നെ നമ്മളോട് നമ്മളെ അമ്മായിമ്മ പറയാ ഇനി മേലാല് അടുക്കളയിൽ കയറരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്നും ഒന്നും വെക്കാനായിട്ടുണ്ടാവില്ല അല്ലെ. എങ്കിൽ നമ്മളോട് അന്ന് ആരും അത് പറയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര ഉഷാറായതെങ്കിൽ നമ്മുടെ മക്കളും തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ചെയ്യട്ടെ, നമ്മൾ അത്ര പെർഫെക്ഷൻ അവർക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ 30 വയസ്സിലോ 40 വയസ്സിലോ അത് ചെയ്യണേ. അവർ 5-ാമത്തെ വയസ്സ്, 6-ാമത്തെ വയസ്സിൽ, 10-ാമത്തെ വയസ്സിൽ, 15-ാമത്തെ വയസ്സിലെ ചെയ്യണേ. അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതെല്ലാ വിഷയത്തിലുണ്ട്, അതെല്ലാ വിഷയത്തിലുണ്ട്. അതിൽ രക്ഷിതാക്കളോട്, പാപ്പമാരോട്, ഉമ്മമാരോട് പറയണത്, നമ്മുടെ മക്കൾക്ക് ദീനിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതൊരു സ്വീകരിക്കണില്ലെങ്കിൽ വല്ലാതെ ഫോഴ്സ് ചെയ്യരുത്. ഒരു രക്ഷിതാവ് അവരുടെ മകനെ കുറിച്ച് എന്നോട് പരാതി പറഞ്ഞു, നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്നാണ് കേട്ടാ പറയുന്നത്. എന്താ കാര്യം എന്നറിയോ? ഓ നിസ്കാരത്തിനൊക്കെ വരും, പക്ഷെ സുന്നത്ത് നിസ്കരിക്കണില്ല. അതുകൊണ്ട് ഞാൻ അവനോട് തെറ്റിക്കുക, സുന്നത്ത് നിസ്കരിക്കാത്തോണ്ട് തെറ്റുക. എന്നിട്ട് ഈ വാപ്പയും മകനും എന്നും പ്രശ്നം. ഒരു 20 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഓര് നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ നേരം വൈകുന്നു, അതേപോലെ തന്നെ 1-ാമത്തെ സഫിൽ വന്നില്ല. ഇതൊക്കെ ഒരു കാരണമായിട്ട് പറയരുത്. കാരണം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ 35 45 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ നമ്മൾ അത്ര അറിവ് അവർക്ക് കിട്ടിയിട്ടില്ല. അതേ നമ്മൾ മനസ്സിലാക്കണ്ടേ. അവർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മാറും, അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ അവരെ കൂട്ടിപ്പിടിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ വിമർശിച്ചുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാനല്ല. ഇനി 3-ാമത്തെ വിഷയം, പരസ്യ ശാസന ഒഴിവാക്കുക. നമ്മുടെ മക്കളെ പരസ്യമായിട്ട് ചീത്ത പറയാം, പരസ്യമായിട്ട് തല്ല ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മക്കളെ തല്ലാനും ശാസിക്കാനും അനുവാദമുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മളും അവരും മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ എന്തുണ്ടാവുമെന്നറിയോ? ആ കുട്ടികൾ നമ്മുടെ ശത്രുവായിട്ട് മാറും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. എനിക്ക് പരിചയമുള്ള ഒരാൾ, എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം. ഒരു ദിവസം ഞാനും അദ്ദേഹം കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു യാത്ര പോയി. പോകുന്നതിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു,
പിന്നെ ഞാൻ എന്നോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു, എൻ്റെ മോൻ്റെ ഒരു പ്രശ്നം, ഒന്ന് നീ അവനോടൊന്ന് സംസാരിക്കണം, ഓൻ എന്നോട് ഭയങ്കര എതിർപ്പിലാണ് നിൽക്കണത്, എന്നെ തല്ലാനൊക്കെ കഴിയോ, വലിയ പ്രശ്നമുണ്ട് വീട്ടിൽ, നീ ഒന്ന് ഇടപെടണം കേട്ടോ പറഞ്ഞു. ഇതിങ്ങനെ മൂപ്പര് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനൊരു അനുഭവം പറഞ്ഞിട്ടേ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടായതാണ്. പറഞ്ഞു ചോദിച്ചു, എന്താ ചോദിച്ചു. 5ാം ക്ലാസ് പഠിക്കണ സമയത്ത് ഞാനും ആ വ്യക്തിയുടെ മകനും ഒരേ ക്ലാസ്സിൽ പഠിക്കണ സമയത്ത്, അതായത് അന്ന് മദ്രസ ഇതുപോലൊരു ഹാളാണ്, ഓരോ ഭാഗം തിരിച്ചിരിക്കണം. ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ കയറി വന്നു, ഈ വാപ്പ കയറി വന്നു. എന്നിട്ട് അവരുടെ മകനെ വിളിച്ചു. ഉസ്താദിനോട് പറഞ്ഞു, ഓൻ എന്നോട് പറഞ്ഞയക്കു വെച്ചു. അങ്ങനെ അവരങ്ങനെ കയറി ചെന്നു. ഇവർ രണ്ടാളും എന്തോ സംസാരമായി. ഇയാൾ പെട്ടെന്ന് ദേഷ്യത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഈ മകന്റെ മുഖത്തടിച്ചു. ഏകദേശം 100 കുട്ടികൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് അത് ചെയ്യണം. ഞാൻ പറഞ്ഞു, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങളുടെ മകന്റെ മനസ്സിൽ എത്ര വലിയ മുറിവായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാകാന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ലാതൊന്നാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അത്. നിങ്ങൾ അന്ന് തല്ലിയതും അവൻ അന്നിരുന്ന് കരഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ മക്കളെ നമ്മൾ ശാസിക്കാം, അവരെ നമുക്ക് ആവശ്യമെങ്കിൽ ശിക്ഷകൾ കൊടുക്കാം. പക്ഷെ അതൊക്കെ എന്തായിരിക്കണം? രഹസ്യമായിട്ടേ ചെയ്യാൻ പാടും, ഒറ്റക്കാക്കിയിട്ടേ ചെയ്യാൻ പാടും. അവർക്ക് എല്ലാവർക്കും ഒരു ഇജ്ജത്തുണ്ട് അല്ലെ? നമ്മുടെ ഭാര്യമാര് പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ പെട്ടെന്ന് അവളോട് ദേഷ്യപ്പെടുമ്പോൾ പറയും, നിങ്ങൾ ദേഷ്യപ്പെട്ടതിലല്ല എനിക്ക് വിഷമം, പക്ഷെ എല്ലാവരുടെ മുന്നിലും പറഞ്ഞു, അതെനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ടായി അല്ലെ? നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെ മുന്നിലും വെച്ചുകൊണ്ട് നമ്മുടെ മുതലാളി നമ്മളോടൊന്ന് ദേഷ്യപ്പെട്ടാൽ നമ്മളെന്താ പറയാ? നമുക്കത് ഇഷ്ടപ്പെടും അല്ല? നമ്മൾ അന്ന് പറയുന്ന കാര്യമാണ്, അയാൾ ആ ക്യാബിന്റെ ഉള്ളിൽ പോയിട്ട് എന്നോട് 2 വർത്താനം പറഞ്ഞ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ ഓരോ മുന്നിൽ നോക്കും? ഇതാണ് എല്ലാവരുടെ വിഷയത്തിൽ. അത് മക്കൾക്കുണ്ട്. നമ്മൾ ഒരിക്കലും അവരെ ശാസിക്കുന്നതും തല്ലുന്നതും എല്ലാവരുടെ ഇടയിലാവരുത്. മറിച്ച് ഒന്ന് മാറി, ഒന്നുകിൽ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അടിക്കേണ്ടതാണെങ്കിൽ കഴിയുന്നതും അടിക്കാതെ ഇങ്ങനെ പിടിച്ച് നിർത്തലാണ് ഏറ്റവും ഹൈ. അടി തുടങ്ങിയാൽ പിന്നെന്ത് ചെയ്തു? ആ വില അങ്ങ് ഇല്ലാതാവും. അതുകൊണ്ട് എപ്പോഴും അതിങ്ങനെ നിർത്തലാണ് നല്ലത്. ഓക്കെ, ഇനി അതിൽ തന്നെ ഉള്ളതാണ് ഒച്ച വെച്ച് സംസാരിക്കാം. ഒച്ച വെച്ച് സംസാരിക്കാം, അതേപോലെ തന്നെ ചീത്ത വാക്കുകൾ പറയാം. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ദേഷ്യത്തിൽ വരുന്നതായിരിക്കും. ഞാൻ അതിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോകുന്നില്ല, നമ്മുടെ സമയം പരിമിതമാണ്. 4ാമത്തെ കാര്യം, കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാം. ആ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്മൾ ഡ്രൈവ് ചെയ്യണ സമയത്ത് നമ്മൾ പറയുന്ന ചില വാക്കുകൾ എന്ത് ചെയ്യും? ബാക്കിലിരുന്ന് അതേപോലെ പറയും. നമ്മൾ ചെയ്യണ എല്ലാ കാര്യവും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, നിങ്ങളുടെ കണ്ണാടിയാണ് നിങ്ങളുടെ മക്കൾ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾ ആരാ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാതെ കൗൺസിലിങ്ങിനൊന്നും പോകണ്ട. നിങ്ങളെ കുട്ടീനൊന്നും ഇങ്ങനെ കുറച്ചു നേരം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആരാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറേണ്ടത്. നമ്മൾ മാറുന്നെ വേണം, നമ്മളിൽ മാറ്റം ഉണ്ടാവണം, റോൾ മോഡൽ നമ്മളാവണം. നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ മക്കൾ അതിലേറെ മോശം. നിങ്ങളൊരു കുട്ടിയോട് നിസ്കാരത്തിന്റെ കാര്യം 1000 തവണ പറയണ്ട, 100 ക്ലാസ്സുകൾ കേൾപ്പിക്കണ്ട. ആ കുട്ടി കാണണം, എന്ത് മഴയത്തും നിങ്ങൾ എഴുന്നേറ്റ് പോയി ഒതുവെടുത്ത് കുളിച്ച് മാറ്റി നിങ്ങളുടെ പള്ളിയിലേക്ക് പോണത് കണ്ട ആ കുട്ടിയുടെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ കുട്ടി ഇങ്ങനെ മൂത്രമൊടിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് അവൻ ലൈറ്റ് ഇടുന്ന സമയത്ത് ആ ഒരു ചെറിയ വെളിച്ചത്തിൽ നമ്മളിങ്ങനെ നിസ്കാര റൂമിന്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്ന നമ്മുടെ കുട്ടി കണ്ടാല്, നമ്മൾ നിസ്കരിക്കണത് നമ്മുടെ കുട്ടി കണ്ടാല്, പിന്നെ ആ കുട്ടിക്ക് ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുറേ പറയേണ്ടതില്ല. ഞാൻ എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുട്ടിനെ കൊണ്ടുവന്നു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു അഫെയറാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എന്നെ വിളിക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലാണ് വിളിക്കണം. ഫോണിൽ വിളിച്ചിട്ട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്നും ഉപദേശിക്കണം പറയാറുണ്ട്. ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാ? ഞാൻ ഇന്ന ആളാണ്, ഇന്ന നാട്ടിൽ നിന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. എൻ്റെ കുട്ടിക്ക് ഒരു ചെക്കനോട് ഒരു ബന്ധമുണ്ട്, അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞു വെച്ചു ഉമ്മാനോട്. അപ്പൊ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഓളെ വാപ്പിയും പറഞ്ഞു, വലിയപ്പൊക്കെ പറഞ്ഞു, എന്നിട്ട് ഓള് മാറ്റണില്ല, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയാണ്. ഞാൻ ഇത്ര കാലം നോക്കി വളർത്തി നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാള്, ഒരു പരിചയമല്ലാത്ത ഞാൻ പറഞ്ഞ അങ്ങനെ കേൾക്കാച്ചു. അപ്പൊ ഒരു പിന്നെ എന്താ ചെയ്യുക ചോദിച്ചു. ഞാൻ പറഞ്ഞു വരി നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വന്നു. ഈ ഉമ്മ ഞാൻ പറഞ്ഞു ആരാണ് ആദ്യം ഇരിക്കണത് ആരാന്ന് വെച്ചു. എല്ലാവരും ഒരുമിച്ചിരിച്ചൂല, ആരാണ് ആദ്യം ഇരിക്കണേ? ഉടനെ അമ്മ പറഞ്ഞു ഞാൻ ഇരുന്നോളാം. ആ ഉമ്മ സംസാരം തുടങ്ങി ഒരു 15 മിനിറ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടിക്കല്ല വേണ്ടത്, ഉമ്മാക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ആ ഉമ്മയുടെ പല സംസാരങ്ങളും അങ്ങനെയായിരുന്നു. പിന്നെ ഈ കുട്ടിനോട് കൂടി സംസാരിച്ചപ്പോൾ വീട്ടിലേക്ക് കേബിൾ കണക്ഷൻ വരുന്ന, കേബിളിന്റെ ആള് വരുമല്ലോ, അതിന്റെ കണക്ഷനും മറ്റു കാര്യമൊക്കെ റെഡിയാക്കാൻ വേണ്ടി, ആ ഒരു ചെറുപ്പക്കാരനോടാണ് ഈ പെൺകുട്ടിക്ക് ബന്ധം. ആ പെൺകുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? ഉമ്മ അവനോട് എപ്പോഴും ചിരിച്ചു കളിച്ച് വർത്താനം പറയും. അങ്ങനെ ഞാനും ചിരിച്ചു കളിച്ച് വർത്താനം പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടായി. ഇപ്പൊ നല്ല വലിയൊരു ബന്ധത്തിലേക്ക് എത്തിയവര്. തുടക്കം ആരാ? ഉമ്മയാണ്. ഉമ്മമാര് ശ്രദ്ധിച്ചോ? നിങ്ങൾ ഓട്ടോക്കാരനോട് എങ്ങനെ ഇടപെടുന്നുണ്ടോ? നിങ്ങൾ മീൻകാരനോട് എങ്ങനെ ഇടപെടുന്നുണ്ടോ? നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അയൽവാസിയോട് എങ്ങനെ ഇടപെടുന്നുണ്ട്? നിങ്ങളുടെ പെരുമാറ്റങ്ങൾ എന്താണ്? അതാണ് നമ്മുടെ മക്കൾ നോക്കുക, പെൺകുട്ടികൾ അതാ നോക്കുക. അത് നിങ്ങൾ കുറെ പ്രസംഗിക്കണ്ട, നിങ്ങൾ കുറെ ആളുകളെ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൽ കൃത്യമായും കണിശമായിക്കൊണ്ടും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെയാണ്. അതല്ല നമ്മളിങ്ങനെ എല്ലാവരോടും കൊഞ്ചിക്കുഴഞ്ഞിട്ടും നമ്മളെല്ലാവരോടും വർത്താനം പറഞ്ഞിട്ടും ഒക്കെ ആണെങ്കിൽ നമ്മുടെ മക്കൾ അതിലേറെ മോശമാകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഓരോ രക്ഷിതാവും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 5-ാമത്തെ വിഷയം, അരുതികളുടെ അതിരുകൾ നമ്മൾ ഒഴിവാക്കുക. എല്ലാത്തിലും നിബന്ധനകൾ വെച്ചുകൊണ്ട് എല്ലാത്തിനും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥ നമ്മൾ ഇല്ലാതാക്കാം. ഇനി പ്രിയപ്പെട്ടവർ, ഈ 10 കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം കൂടി പറയാം. അതിലൊന്നെന്താണെന്നറിയോ? നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാൻ തുടക്കത്തിൽ പറയണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അവസാനത്തിലേക്ക് മാറ്റിവെച്ചത് ഇത് 1-2 ചരിത്രങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കപ്പെടാന്നറിയും, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു മക്കളുണ്ടാവണില്ല, അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബേ കുട്ടിനെ തന്നെ. ഒരു പ്രാർത്ഥന അതാണ്. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വല്ല അസുഖം വരും, അപ്പൊ ഇങ്ങനെ നമ്മൾ ബേജാറും, അപ്പൊ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട സമയങ്ങളിൽ മാത്രമാണ്, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് നമ്മൾ മക്കളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാർ അങ്ങനെയല്ല. അവരെപ്പോഴും പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല, അള്ളാഹിനെ ഏൽപ്പിക്കുകയും ചെയ്യും. മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മകൻ അലി ഇബ്നു ഫുളൈലിനെ കുറിച്ച് അദ്ദേഹത്തിന് പരാതി. ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി നടത്തുന്ന പ്രാർത്ഥന നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയുകയാണ്, റബ്ബേ എൻ്റെ മകൻ അലിയിനെ മര്യാദ പഠിപ്പിക്കാൻ, അദബ് പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ എന്നെ കൊണ്ട് കഴിയണില്ല. റബ്ബേ അവനെ ഞാനിതാ നിന്നെ ഏൽപ്പിക്കാം, നീ അവരെ നന്നാക്കിയിട്ട് ഇങ്ങോട്ട് കാട്ട. ബാപ്പാന്റെ പ്രാർത്ഥനയാണ്. നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ ഫുളൈൽ ഇബ്നു അയ്യാദാണ്. ഖൈറായ വ്യക്തി അദ്ദേഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനേക്കാൾ ഖൈറായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ അലി ഇബ്നു ഫുളൈൽ. അപ്പൊ നമ്മുടെ മക്കൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം. അതിൽ തന്നെ ഉമ്മമാര് ശ്രദ്ധിച്ചോ, ഒരു കുട്ടി മാറാൻ, നന്നാവാനും മോശാവാനും പ്രധാന കാരണം ഉമ്മയാണ്. നമ്മൾ നൂഹ് നബിന്റെ ചരിത്രം പറയും അല്ലെ, മക്കൾ മോശമാകുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു വാക്കാണ് ആരുടെ? നൂഹ് നബിന്റെ മകൻ മോശമായില്ലെന്ന്. ആ ഒരു ആയത്തിനെയും ആ ചരിത്രത്തെയും പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ എടുത്തു പറയുന്ന കാര്യം, ആ കുട്ടി മോശമാകാനുള്ള കാരണം നൂഹ് നബിയല്ല, പിന്നെ ആരാ?
കാഫിര്യങ്ങൾക്ക് അള്ളാഹു 2 ഉദാഹരണം പറയുന്നുണ്ട്. നൂഹ് നബിന്റെ ഭാര്യ, ലൂത്ത് നബിന്റെ ഭാര്യ. അപ്പൊ ഉമ്മ മോശമായാൽ മക്കള് മോശമാണ്. ഉമ്മ നന്നായാലോ? കുട്ടിക്കാരുണ്ടോ? നമുക്ക് പെട്ടെന്ന് നിർത്തേ. പിന്നെ ഉമ്മ മോശമായാൽ മക്കള് മോശമാണ്. പിന്നെ അർത്ഥം വാപ്പാക്ക് മോശമാകാന്നല്ല, നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ഉമ്മ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികളോട് അടുത്ത് നിൽക്കേണ്ടത് ഉമ്മമാരാണ്. ഉമ്മ നന്നായാലോ? നിങ്ങൾ ചരിത്രം നോക്കാം, നമ്മുടെ ഇമാമുമാരുടെ എല്ലാം ചരിത്രം. ഇമാം ഇദ്രീസ് ഷാഫി, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി, ഇമാം ഷാഫി എന്ന് കേട്ടിട്ടില്ലേ? റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇത്ര വലിയ പണ്ഡിതനാകാൻ കാരണമായത് അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. ഉമ്മാന്റെ നിർബന്ധമായിരുന്നു. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം യതീമായിരുന്നു. പാപ്പ മരണപ്പെട്ടു. ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പട്ടിണി കിടന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മ, നമ്മളിങ്ങനെ പട്ടിണി കിടന്ന് നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കേണ്ട ദാരിദ്ര്യത്തിലുള്ളത്. ഞാൻ ഉമ്മ ഈ പഠനമൊക്കെ നിർത്തിയിട്ട് ഞാൻ ജോലിക്ക് പോയിക്കോളാം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നുണ്ട്, നീ പഠിച്ചാൽ മതി, ഞാൻ ജോലി ചെയ്യും. എന്താണോ കിട്ടണത് അത് നമുക്ക് കഴിക്കാം, പക്ഷെ പഠനം ഒഴിവാക്കാൻ പറ്റും. ഉമ്മാന്റെ കുട്ടി അത് ചെയ്യണം. ആ ഉമ്മാന്റെ ഇടപെടലാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനായി മാറാൻ കാരണം. ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും, ഇതൊക്കെ ചരിത്രങ്ങളാണെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ്, അല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസിനെ കുറിച്ച് കേൾക്കാത്ത ഇമാം സുദൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതായത് മക്കത്തും മദീനത്തും അതിന്റെ മുഴുവൻ ഇമാമുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അതിന്റെ ഒക്കെ ഇമാമാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി അദ്ദേഹമാണ്. ഇപ്പോഴായിരിക്കും നമ്മളൊക്കെ ചില പേരുകളെങ്കിലും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാകുക. പണ്ടൊക്കെ നമ്മളെ കുടുംബക്കാർ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വല്ല ഖുറാന്റെ കേസറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് സുദൈസിന്റെ മാത്രമായിരിക്കും. അത്രയേറെ ഈ ഒരു ദീനിന്റെ കാര്യത്തിൽ ഇടപെട്ട് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ. അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലുള്ള ഒരു അനുഭവം പറയുന്നുണ്ട്. ഉമ്മമാര് ശ്രദ്ധിക്കണേ, ഉമ്മമാരും വാപ്പമാരും, നമ്മുടെ പ്രാർത്ഥനന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചില വിരുന്നുകാർ വന്നു അത്രേ. ആ വിരുന്നുകാർ വന്നപ്പോൾ വിരുന്നുകാർക്ക് വേണ്ടിയിട്ട് ഉമ്മ എന്ത് ചെയ്തു? കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി. കുട്ടിയായിരിക്കുന്ന വികൃതിയായ അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് കുറച്ച് മണ്ണെടുത്തിട്ട് എന്ത് ചെയ്തു? ഈ ഭക്ഷണത്തിൽ കൊണ്ടുപോയിട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുപോയിട്ടാൽ എന്താ കാര്യം നമ്മുടെയൊക്കെ ഒരവസ്ഥ. ശരിക്ക് ആ വിരുന്നുകാരുടെ മുന്നിൽ ഉമ്മ വശനാവാണ്. ഉമ്മാന്റെ എഫേർട്ടാണ്. ഉമ്മ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവാണ്. ആ സമയത്ത് തന്റെ മകനായ വികൃതിയായ ഈ അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസിനെ ചേർത്ത് നിർത്തിയിട്ട് ആ ഉമ്മ നടത്തിയൊരു പ്രാർത്ഥനയാണത്രേ, റബ്ബേ, എന്റെ മകനെ നീ മക്കത്തെ പള്ളിന്റെ ഇമാമാക്കി മാറ്റണേന്ന്, ഹറമിന്റെ ഇമാമാക്കണേന്ന്. ആ ഒരു പ്രാർത്ഥനയാണ് ഇന്നും ഇമാമുൽ ഹറമൈൻ എന്ന് പറഞ്ഞാൽ അത് ശൈഖ് സുദൈസാണ്. ഉമ്മമാരുടെ പ്രാർത്ഥന, വാപ്പമാരുടെ പ്രാർത്ഥനയാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ അവർക്ക് വഴികാട്ടിയായി നിൽക്കണം. അവരെ കേവലം ഉപദേശിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ മുന്നിൽ എല്ലാ നന്മകളിലും മുന്നിൽ നമ്മൾ ഉണ്ടാവണം. അവർക്ക് കാണാൻ നമ്മൾ ഉണ്ടാവണം. അവർക്ക് അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളെ ഏറ്റവും നല്ല ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റുമാറാവട്ടെ. നമുക്ക് ഈ ലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. സ്വാലിഹായ മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.